ലൈവിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും നന്ദി, എല്ലാവർക്കും വന്ദനങ്ങൾ. പേര് പറയാത്തവർക്കും എല്ലാവർക്കും വന്ദനങ്ങളെ അറിയിക്കുന്നു. മലങ്കരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പള്ളികളാണ് കോട്ടയം ജില്ലയിലുള്ള മണർകാട് പള്ളിയും പുതുപ്പള്ളി പള്ളിയും. ഈ 2 പള്ളികളിൽ വളരെ യുണീക്കായിട്ടുള്ള ചില ആചാരങ്ങൾ ഉണ്ട്. അത് ഒട്ടേറെ വിമർശനങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ പെന്തക്കോസ്ത് വിഭാഗത്തിലേക്ക് പോയിട്ടുള്ള 2 ഇടവകകളാണ് ഈ മണർകാട് പുതുപ്പള്ളി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടെയുള്ള ചില ആചാരങ്ങളെ ചുറ്റിപ്പറ്റി തികച്ചും ബാലിശമായ കുപ്രചരണങ്ങൾ നടത്തി ആളുകളുടെ മനസ്സിനെ വിഷലിപ്തമാക്കിയ ഇടവകകളിൽ നിന്ന് അടർത്തിയെടുക്കുക എന്നുള്ള ഒരു സമ്പ്രദായമാണ് കഴിഞ്ഞ നാളുകളിൽ പെന്തക്കോസ്തുകാർ സ്വീകരിച്ചത്. പുതുപ്പള്ളി പള്ളിയിലെ ആണ്ട് പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്ന കോഴിവെട്ട് എന്ന ഒരു ആചാരം, മണർകാട് പള്ളിയിലെ 8 നോയമ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്ന നട തുറക്കൽ എന്നൊരു ചടങ്ങ്, ഇതാണ് ഇവരെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇത് ഹൈലൈറ്റ് ചെയ്തിട്ട് ഇത് ജാതീയമാണ്, പൈശാചികമാണ്, മൃഗീയമാണ്, ബീഭത്സമാണ്, ഭയാനകമാണ്, ഇങ്ങനെ പലതും പറഞ്ഞ് ആ പള്ളികളിൽ നിന്നും ആ ഇടവകളിൽ നിന്നും അകറ്റിക്കൊണ്ടു പോവുകയാണ്. ഈ പ്രചണ്ഡമായ പ്രചരണ കോലാഹലങ്ങൾ, രഹസ്യമായും പരസ്യമായും ഒളിഞ്ഞും തെളിഞ്ഞും നടത്തുന്ന പ്രചരണങ്ങൾ ആ ഇടവകളിൽപ്പെട്ട സാമാന്യ ജനത്തിന്റെ മനോധൈര്യത്തെ പലപ്പോഴും ചോർത്തിക്കളയും. കാരണം അവരുടെ അതൊന്നും ശരിയല്ല എന്ന് അവർക്ക് തന്നെ തോന്നിപ്പിക്കത്തക്ക വിധത്തിൽ ഒരു ഗിൽറ്റ് കോൺഷ്യസ് അവരുടെ മനസ്സിൽ കുത്തിവെക്കുന്നതിൽ ഇവർ വിജയിച്ചിട്ടുണ്ട്, ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത്? ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, ഇത് രണ്ടും സഭയുടെ വിശ്വാസവുമായിട്ട് തിയോളജി ആയിട്ടൊന്നും ബന്ധപ്പെട്ട കാര്യമല്ല. അതുകൊണ്ട് സഭയിലെ തന്നെ പണ്ഡിതന്മാർ ഇത് കൈ കഴുകിയ മട്ട. പലരും പറയും സഭയ്ക്ക് അതുമായിട്ട് ബന്ധമില്ല, സഭയുടേതല്ല. എന്നാൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ 2 പള്ളികളും വളരെ പുരാതന പള്ളികളാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അത് റീസെന്റ് സഭയുടെ വിശ്വാസാചാരം അനുസരിച്ച് അടുത്ത കാലത്ത് പണിത് കൂദാശ ചെയ്ത പള്ളികളല്ല. അത് പുരാതന പള്ളികളായിരിക്കുന്നത് കൊണ്ട് അവിടെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവ വന്നിരിക്കുന്ന സോഴ്സും അവയെ സ്വാധീനിച്ച ഘടകങ്ങളും ഒക്കെ പ്രായണ പുതിയ തലമുറയ്ക്ക് അജ്ഞാതമാണ്. അപ്പം ഇങ്ങനെയുള്ള പെന്തക്കോസ്റ്റൽ ഉപദേശങ്ങളൊക്കെ കേട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ നിഗമനങ്ങളിൽ എത്തുകയാണ്. ജാതി ആചാരമാണ് എന്ന് പറയുമ്പോൾ എന്ത് ജാതി ആചാരമാണ്? പുതുപ്പള്ളി കോഴിവെട്ട് നടത്തി, അത് ഏത് ജാതി ആചാരമാണ് അഡാപ്റ്റ് ചെയ്തത്? അതിന് സിമിലർ ആയിട്ട് കോഴിയെ വെട്ടുന്ന സ്ഥലം ഏതാണ്? അപ്പൊ അതവർക്കറിയത്തില്ല. ഏതോ ഒരു ജാതി ആചാരം, അത് എവിടെയാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഇപ്പൊ പമ്പാസദ്യ ഉണ്ട്. പമ്പാസദ്യ എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ശബരിമല അയ്യപ്പന്മാര്. ഇപ്പൊ IPC-കാരുടെ മാസയോഗത്തിന് സദ്യ ഉണ്ട്. പക്ഷെ ഒരു യാക്കോബായക്കാരും IPC-കാരുടെ മാസയോഗത്തിന്റെ സദ്യ പമ്പാസദ്യയാണെന്ന് പറയുന്നില്ല. രണ്ടും ഒരുപോലെ ഇരിക്കുന്നു, രണ്ടും സെയിം ആണ്. എല്ലാം സോളാ സ്ക്രിപ്ചർ ആയിരിക്കണം, തിരുവെഴുത്തിൻ പ്രകാരമായിരിക്കണം എന്ന് പറയുമ്പോൾ തിരുവെഴുത്ത് വെളിക്കിറങ്ങാൻ പോകുന്നവൻ കയ്യിൽ പാര കരുതിയിരിക്കണം എന്ന് വ്യക്തമായി നിർദ്ദേശിക്കുകയാണ്. എത്ര പെന്തക്കോസുകാരുണ്ട് കയ്യിൽ പാര പിടിച്ചുകൊണ്ട് വെളിക്കിറങ്ങാൻ പോകുന്നത്? അപ്പോ നിങ്ങൾ വെളിക്കിറങ്ങാൻ പോകുമ്പോൾ കയ്യിൽ പാരയില്ലെങ്കിൽ നിങ്ങൾ നോൺ ബിബ്ലിക്കൽ വേയിലാണ് പോകുന്നത്, ജാതീയമാണ്. കാരണം ജാതികൾ ഒരിക്കലും പാരയുമായി പോകുന്നില്ല. അപ്പൊ പാരയുമായി പോകണമെന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പൊ പാരയുമായിട്ട് പോകാത്ത നിങ്ങൾ ബിബ്ലിക്കൽ വേയിലല്ല കാര്യം സാധിക്കുന്നത്. അപ്പൊ ഈ തരത്തിലുള്ള വില കുറഞ്ഞ ആക്ഷേപങ്ങൾ ഇവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ ദൈവശാസ്ത്ര സംബന്ധമായ
വേൾഡ് വ്യൂ സംബന്ധമായ ചർച്ചയ്ക്ക് ചെല്ലുമ്പോൾ ഈ ന്യൂമ ഹെർമന്യൂട്ടിക്സിലെ ചർച്ചയിൽ ഗ്ലോറിയസ് ഗോസ്പലിനെ വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. അപ്പൊ ചെന്നപ്പോൾ അവര് പെട്ടെന്ന് എടുക്കുന്നതാണ് പുതുപ്പള്ളി കോഴിയെ കൊല്ലുന്നു. പുതുപ്പള്ളിക്കാർ കോഴിയെ കഴിക്കുന്നത് കോഴിയെ കൊന്നിട്ടാണ്. നിങ്ങൾ ബന്ധക്കോസുകാർ പപ്പും പൂടെ അടക്കം വിഴുങ്ങുകയാണോ? ഇത് കോഴിയെ വെട്ടുന്നത്, ഇതാണ് വിഷയം. പുതുപ്പള്ളി കോഴിയെ വെട്ടുന്നു. പുതുപ്പള്ളി കോഴിയെ വെട്ടുന്നെങ്കിൽ ബന്ധക്കോസുകാർ വെട്ടാതെ വിഴുങ്ങും, പപ്പും പൂടെ അടക്കം. അങ്ങനെയാണെങ്കിൽ ഞാൻ എഗ്രി ചെയ്യാം. അപ്പൊ ഇതിന്റെ ഈ പശ്ചാത്തലം മനസ്സിലാക്കേണ്ടത്, കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ അയച്ചത് യഹൂദന്മാരുടെ ഇടയിലേക്കാണ്. വളരെ വ്യക്തമായി നിഷ്കർഷിക്കുകയാണ്, ഇസ്രായേൽ ഗോത്രത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ മറ്റൊരിടത്തേക്കും എന്നെ അയച്ചിട്ടില്ല. എന്നിട്ട് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ജാതികളുടെ ഗ്രാമങ്ങളിൽ കടക്കരുത്, നിങ്ങൾ യഹൂദ ഭവനങ്ങളിൽ ചെല്ലുക, യഹൂദന്മാർ താമസിക്കുന്നിടത്തില്ല, അവിടെ മാത്രമാണ് ഈ ഗോസ്പൽ അറിയിക്കേണ്ടത്. കർത്താവ് മരിച്ച് ഉത്ഥാനം ചെയ്തു കഴിഞ്ഞും മറ്റൊരു തരത്തില് ഇവർക്കത് മനസ്സിലായില്ല. ഇവർ തുടർന്നും യഹൂദന്മാരെ അന്വേഷിച്ച് യഹൂദന്മാരുടെ, ഇപ്പൊ നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി വായിച്ചാലും അറിയാം, ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലമുണ്ടോ എന്ന് തിരക്കിക്കൊണ്ട് നടന്നു. അവിടെ ഒരു യഹൂദന്മാരുടെ പള്ളിയുണ്ട്, ആ പള്ളി അന്വേഷിച്ചു പോയി. യഹൂദ സിനഗോഗിൽ ചെന്ന് പ്രസംഗിച്ചു. അപ്പൊ സിനഗോഗുകൾ കേന്ദ്രീകരിച്ചും ജൂവിഷ് കമ്മ്യൂണിറ്റി കേന്ദ്രീകരിച്ചുമാണ് സഭയുടെ ആദ്യകാല സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. പിന്നീട് വിജാതിയുടെ അടുക്കിലേക്ക് അയക്കപ്പെടുന്നത് അപ്പോസ്തലനായ പത്രോസ് കൊർന്നേലിയസിന്റെ വീട്ടിലേക്ക് വിടുന്നതാണ്. അത് വലിയ തരത്തിലുള്ള വിമർശനം വിളിച്ചു വരുത്തി. അതാണ് യെരുശലേമിൽ കൗൺസിൽ കൂടുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെയാണ് സഭയുടെ ഒന്നാം കൗൺസിലായിട്ട് നിക്യ കൗൺസിലിനെ നമ്മൾ അംഗീകരിക്കുന്നത്. പലപ്പോഴും നമ്മൾ പറയും നിക്യായിലും കുസ്തന്തീനോപ്പോലിസിലും എഫേസോസിലും വെച്ചുണ്ടായ 3 പൊതു സുന്നോദോസുകൾ എന്ന് പറയുമ്പോൾ പെന്തക്കോസ്തുകാർ പാഠഭേദം കൊണ്ടുവരും. ഒന്നാമത്തെ കൗൺസിൽ ജെറുസലേമിലല്ലേ കൂടിയത് പലരും പറയാറുണ്ട്. ഈ ഓൺലൈനിൽ തന്നെ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. കാരണം ജെറുസലേമിൽ കൂടിയ കൗൺസില് ജാതികളെ ഉൾക്കൊള്ളുന്ന ഒരു കൗൺസിൽ അല്ലായിരുന്നു. അതായത് ജാതികളും യഹൂദന്മാരും ഒന്ന് ചേർന്ന് ഒരു ശരീരമായി തീരുമെന്നുള്ള ആ ഡിസ്പെൻസേഷണൽ മിസ്റ്ററി വെളിപ്പെട്ടതിന് ശേഷമുണ്ടായ ഒന്നാമത്തെ കൗൺസിൽ നീസിൻ കൗൺസിലാണ്. അതുകൊണ്ടാണ് സഭയുടെ ഒന്നാമത്തെ പൊതു സുന്നോദോസ് നിക്യാ സുന്നോദോസാണ്. ഞങ്ങൾ അംഗീകരിക്കുന്നത് നിക്യാ സുന്നോദോസാണ്. ഇപ്പൊ ജെറുസലേം കൗൺസിൽ തികച്ചും പക്ഷപാതപരമായ ആ പത്രോസ് കൊർന്നേലിയസിന്റെ വീട്ടിൽ ചെന്ന് വിജാതിയോടുകൂടെ ഇടപെട്ടു എന്നുള്ളത് വലിയ ആക്ഷേപമായി കരുതിയ ഒരു കൗൺസിലാണ് ജെറുസലേം കൗൺസിൽ. അതുകൊണ്ട് ജെറുസലേം കൗൺസിലിനെ ഒരിക്കലും സഭയുടെ ഒന്നാം കൗൺസിലായിട്ട് ഞങ്ങൾ കരുതുന്നില്ല. ഞങ്ങൾ ജെറുസലേം കൗൺസിലിന്റെ കാര്യം ഞങ്ങളുടെ തുബ്ദനിൽ പറയാറില്ല. ഞങ്ങളുടെ നിക്യായിലും കുസ്തന്തീനോപ്പോലിസിലും എഫേസോസിലും വെച്ചുണ്ടായ 3 പൊതു സുന്നോദോസുകൾ. അപ്പൊ നമ്മൾ ജെറുസലേം കൗൺസിൽ വലിയ വിവാദം, വലിയ കുഴപ്പമായിരുന്നു. ഒരു കുറ്റവാളിയെ പോലെ, പ്രതിയെ പോലെ പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെട്ടവനായി പത്രോസ് നിൽക്കേണ്ടി വന്നു. എന്തിനാ? വിജാതിയരുടെ അടുത്ത് സുവിശേഷം അറിയിച്ചതിന്. അതായിരുന്നു സ്ഥിതി. അപ്പൊ അയക്കപ്പെട്ട അപ്പോസ്തലന്മാരെല്ലാം അന്വേഷിച്ച് നടന്നത് ജൂവിഷ് ഡയസ്പോരാസ് ആണ്. അങ്ങനെ ജൂവിഷ് ഡയസ്പോരാസ് അന്വേഷിച്ച് നടന്ന ആ തോമസ് ലീഹ കേരളത്തിൽ വന്നതും ജൂവിഷ് ഡയസ്പോര അന്വേഷിച്ചാണ്. അതായത് കേരളത്തിലുണ്ടായിരുന്ന യഹൂദ കമ്മ്യൂണിറ്റിയിലേക്ക് സുവിശേഷം അറിയിക്കുവാനാണ് തോമസ് ലീഹ വന്നത്. തോമസ് ലീഹ അന്ന് ഇവിടെ സുവിശേഷം അറിയിച്ചത് യഹൂദന്മാരെയാണ്. നമ്മൾ കാത്തിരുന്ന മശിഹ എത്തിക്കഴിഞ്ഞു. അന്ന് സ്നാപനം സ്വീകരിച്ചും യഹൂദ കുടുംബങ്ങളാണ്. പിന്നീട് AD 345 ആയി കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും കേരളത്തിലെ സഭയെ ശക്തിപ്പെടുത്തുവാൻ അയക്കപ്പെട്ട 72 കുടുംബങ്ങൾ ക്നായിത്തൊമ്പന്റെ നേതൃത്വത്തിൽ വരുന്നു. അവരും യഹൂദ പാരമ്പര്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടാണ് കേരളത്തിലേക്ക് വരുന്നത്. അവർ ഇവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരായ ക്രൈസ്തവരോട് ഇഴകിച്ചേരുകയും അവരെ ശക്തിപ്പെടുത്തുകയും ചെയ്തപ്പോൾ വീണ്ടും ആചാരങ്ങൾ, ഭക്ഷണത്തിൽ, പാട്ടുകളിൽ, പ്രാർത്ഥനകളിൽ, ആരാധനാ രീതികളിൽ, വസ്ത്രധാരണത്തിൽ, പാചക കലകളിൽ എല്ലാം അവരിൽ നിന്ന് സ്വാംശീകരിക്കുകയാണ്. അങ്ങനെയാണ് കേരളത്തിലെ നസ്രാണി തനിമയും ഒരു പാരമ്പര്യവും രൂപപ്പെട്ടു വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആ ദീർഘമായ ചരിത്രത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പല യഹൂദ ആചാരങ്ങളും നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. കാലത്തിന്റെ നീക്കത്തിൽ പലതും അന്യം നിന്നു പോയിട്ടുണ്ട്, എന്നാൽ ചിലത് അവശേഷിക്കുന്നുണ്ട്. അങ്ങനെ യഹൂദന്മാരുടെ ഇടയിലെ ഒരാചാരത്തിന്റെ അവശേഷിക്കുന്ന ഒരു അവസാനത്തെ ശേഷിപ്പാണ് പുതുപ്പള്ളി പള്ളിയിലെ കോഴിവെട്ട്. ഈ പുതുപ്പള്ളി പള്ളിയിൽ കോഴി വെട്ടുന്നത് ഒരു ജാതീയ ആചാരമല്ല, അത് യഹൂദ ആചാരമാണ്. യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ആചാരമാണ്. അപ്പോ യഹൂദന്മാരുടെ ഇടയിലെ ആചാരം കേരള നസ്രാണികളുടെ ഇടയിൽ ഉണ്ടായിരുന്നതിന്റെ ലാസ്റ്റ് ട്രേസസ് ആണ് പുതുപ്പള്ളിയിൽ കാണുന്ന കോഴിവെട്ട്. അതുകൊണ്ട് ഈ പെന്തക്കോസ്ത് മതഭ്രാന്തന്മാരുടെ പ്രചരണങ്ങളിൽ സ്വാധീനിക്കപ്പെട്ട് പുതുപ്പള്ളി ഇടവകയിലെയും
ഭൂരിപക്ഷം ആളുകളും ഇപ്പോൾ അതിനോടൊരു വിമുഖതയും ഒരു ജാള്യതയും ഒക്കെയാണ് പുലർത്തുന്നത്. അവരും അതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി കോപ്പിയുമായിട്ട് വെട്ടുന്ന കോഴിയുടെ എണ്ണം കുറയ്ക്കുകയും അല്ലെ ഇനി കോഴിയെ വെട്ടണ്ട എന്ന് പറയുകയും അങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, പുതുപ്പള്ളി ഇടവകക്കാർ മനസ്സിലാക്കണം, അതൊരു യഹൂദ പാരമ്പര്യത്തിന്റെ അവസാനത്തെ ശേഷിപ്പാണ് നിങ്ങളുടെ പള്ളിയിൽ നിങ്ങൾ നടത്തുന്ന കോഴിവെട്ട്. യഹൂദന്മാർ ഈ കോഴിയെ വെട്ടുന്നത് യോങ്കിപ്പൂർ ദിവസമാണ്. യോങ്കിപ്പൂർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ബൈബിൾ പഠിതാക്കൾക്കറിയാം, മഹാപാപപരിഹാര ഷൈൻ പീറ്റർ അന്ന് വന്നപ്പോൾ ഇവിടെ ഏത് യഹൂദനാണ് താമസിച്ചിരുന്നത്? ഷൈൻ പീറ്റർ എന്ന് പറഞ്ഞ ആളാരാണെന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. തോമസ് ലിയ കേരളത്തിൽ വരുന്ന സമയത്ത് കേരളത്തിൽ മലയാള ഭാഷ സംസാരിക്കുന്നില്ല ആരും. മലയാള ഭാഷയൊക്കെ ഉണ്ടായിട്ട് 300 കൊല്ലമായിട്ടുള്ളൂ. ഇവർ ചിന്തിക്കുന്നത് കേരളം ഇന്നത്തെ പോലെ തന്നെ ഇരിക്കുകയായിരുന്നു. അങ്ങനെയല്ലത്. കേരളത്തിലുണ്ടായിരുന്ന ആളുകൾ കേരളത്തിൽ നിന്ന് സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുപോകുന്ന മയിലിനെയും തേക്ക് തടിയെയും കൊണ്ടുപോകുന്ന കച്ചവടക്കാരും കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് കേരളത്തിൽ താമസിച്ചിരുന്നത്. അന്ന് ഇവിടുത്തെ വാണിജ്യ ഭാഷ യഹൂദന്മാരുടെ ഭാഷയായിരുന്നു. സുറിയാനി സംസാര ഭാഷയായിട്ട് ഉള്ള ധാരാളം ആളുകൾ ഈ കേരളത്തിൽ അക്കാലത്തുണ്ടായിരുന്നു. ഗ്രീക്ക് വശമുള്ളവരുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഫൊയ്നീഷ്യക്കാരും സിറിയക്കാരും അറബികളും ഒക്കെ വ്യാപാരത്തിന് വേണ്ടി വന്നുകൊണ്ടിരുന്ന, ശലോമോന്റെ കച്ചവട കപ്പലുകൾ അടുത്തിരുന്ന ഒരു സ്ഥലമാണ് കേരളം. ഇപ്പൊ ശലോമോൻ ചന്ദനത്തടിയും മയിലും ഒക്കെ കേരളത്തിൽ നിന്ന് കപ്പലെ കയറ്റി കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പൊ അതേക്കുറിച്ച് ചരിത്രം വിവരിക്കാൻ എനിക്ക് നേരമില്ല. അത് അല്പം വിദ്യാഭ്യാസം ഉള്ളവർക്ക് വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവേ ഉള്ളൂ. അങ്ങനെ പറ്റാത്ത ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള ഒരു വേദിയായിട്ട് ഞാനിതിനെ കാണുന്നില്ല. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. കാരണം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി. അപ്പം തോമസ് ലീഹ വന്നപ്പോഴത്തെ കേരളം അങ്ങനെയായിരുന്നു. അല്ലാതെ തോമസ് ലീഹ ഇവിടെ കേരളത്തിലെ എങ്കണ്ട ജാതികളെ പിടിക്കാൻ വേണ്ടി വന്നതല്ല. അദ്ദേഹം ജാതികളുടെ ഇടയിലേക്ക് സുവിശേഷം അയക്കുന്നു എന്ന ന്യൂസ് പോലും അറിയാതെയാണ് വന്നത്. അദ്ദേഹം തികച്ചും ജൂവിഷ് കമ്മ്യൂണിറ്റിയെ തേടിയാണ് വന്നത്. അപ്പം യഹൂദ പാരമ്പര്യത്തിന്റെ, ഞാൻ വീണ്ടും പറയുന്നത്, കേരളത്തിലെ ആ ക്രിസ്ത്യൻ സഭയിലേക്ക് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും സ്വാഗതം ചെയ്തിട്ടുണ്ട്. എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും ആ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോട് ഇഴുകിച്ചേർന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ ആ റൂട്ട്സ് ആണ് ഈ പറയുന്നത്. അതുകൊണ്ട് യഹൂദന്മാരുടെ ഇടയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ആചാരമാണത് യോങ്കിപ്പൂറിന്റെ ദിവസം. അതിനെ കപ്പരോട്ട് എന്നാണ് പറയുന്നത്. കപ്പരോട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്താലൊക്കെ കാണാൻ പറ്റും. അപ്പൊ കപ്പരോട്ട് എന്ന് പറയുന്നത് യോങ്കിപ്പൂർ എന്ന് പറഞ്ഞാൽ മഹാപാപപരിഹാര ദിനം, ദ ഡേ ഓഫ് അറ്റോൺമെന്റ്. ദ ഡേ ഓഫ് അറ്റോൺമെന്റിൽ സംഭവിക്കുന്ന എന്താണെന്ന് നമുക്കറിയാം. ലേവ്യ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 4 മൃഗങ്ങളെയാണ് അന്ന് ബലി കൊടുക്കുന്നത്. 4 മൃഗങ്ങളെ അന്ന് ബലി കൊടുക്കുന്നുണ്ട്. അത് വളരെ വിശദമായിട്ട് ലേവ്യ പുസ്തകത്തിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വളരെ പരിചയമുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ യോങ്കിപ്പൂരിൽ നടക്കാത്ത ഈ യെരുശലേമിന് പുറത്ത് ചിതറിപ്പാർക്കുന്ന അതിൽ പങ്കെടുക്കാത്ത ആളുകൾ, അവരുടെ ഇടയിൽ, യഹൂദന്മാരുടെ ഇടയിൽ അവർ ചെയ്തിരുന്ന ഒരു ആചാരമാണ് ഈ കോഴിയെ വെട്ടുക എന്നുള്ളത്. അത് പുരുഷന്മാർ പൂവൻകോഴിയെയും സ്ത്രീകൾ പിടക്കോഴിയെയും എടുക്കും. അവരുടെ തലയ്ക്ക് ചുറ്റും 3 വട്ടം ചുഴറ്റും. അതിനുശേഷം ആ കോഴിയെ കൊല്ലും. അങ്ങനെ ഒരു ആചാരമുണ്ട്. അതിനെ കപ്പരോട്ട് എന്നാണ് പറയുന്നത്. അത് അവരുടെ ഒരു വാർഷിക പെരുന്നാളിനാണ്. അത് പിന്നീട് ഈ ഓരോ പുരുഷന്മാർക്കും ഓരോ പൂവൻകോഴി, അപ്പം ഒരുപാട് കോഴികൾ. അതുകൊണ്ട് ഒരു ഫാമിലിക്ക് ഒരു പൂവൻകോഴിയും ഒരു പിടക്കോഴിയെ മതി. കാരണം പൂവൻകോഴി എല്ലാ പുരുഷന്മാരും അവരുടെ തലയ്ക്ക് ചുറ്റും, ഒരു കോമൺ ആയിട്ടുള്ള കോഴിയെ ചുറ്റും. അതുകൊണ്ട് 2 കോഴിയും കൊണ്ട് ഓരോ ഫാമിലി കപ്പരോട്ട് നടത്തുമായിരുന്നു. ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കി, ഇറ്റ് വാസ് നോട്ട് ആൻ ഓഫറിങ്. അതൊരു ബലിയായിട്ടല്ല നടത്തിയിരുന്നത്. കാരണം ബലി കൊടുക്കുവാനുള്ള മൃഗങ്ങളുടെയോ പക്ഷികളുടെയോ പട്ടികയിൽ പെടാത്ത ഒന്നാണ് കോഴി. ഈ കോഴി എന്നതിന് ഗവർ എന്നാണ് വാക്ക്. ഗവർ എന്ന് എബ്രായ ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യൻ എന്നും അരമായ ഭാഷയിൽ പറഞ്ഞാൽ കോഴി എന്നുമാണ് അർത്ഥം. അപ്പൊ ഗവർ എന്ന വാക്ക് തന്നെയാണ് കോഴിക്കും മനുഷ്യനും പറയുന്നത്. അതുകൊണ്ട് ഈ കോഴിയെ മനുഷ്യന് പകരമായി, അതായത് മനുഷ്യന്റെ പാപങ്ങൾ മായ്ക്കപ്പെട്ടു, അതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു കോഴി അവർ കൊല്ലുമായിരുന്നു. ഈ ഒരു യഹൂദ പാരമ്പര്യം അതാണ്. അതുകൊണ്ട് ഈ ഹെഗവർ എന്ന് പറഞ്ഞാൽ കർത്താവ് ഈശോ മിശിഹ പറഞ്ഞത്, നീ എന്നെ തള്ളി പറയുന്നതിന് മുമ്പ് കോഴി 3 വട്ടം
കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 വട്ടം തള്ളി പറയുമെന്നൊക്കെ യേശു പത്രോസിനോട് പറയുന്നുണ്ട്. അത് തർജ്ജിമ പെശക് കൊണ്ടാണ് കോഴി എന്ന് തർജ്ജിമ ചെയ്ത് വന്നത്. സത്യത്തിൽ ഗവർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനുമാണ്, ഒരേ വാക്കാണ്. ഹെഗവർ എന്ന് പറഞ്ഞാൽ യെരുശലേം ദൈവാലയ സൂക്ഷിപ്പുകാരനെ വിളിക്കുന്ന പേരാണ്. ഈ ദൈവാലയ സൂക്ഷിപ്പുകാരൻ 3 വട്ടം വെളുപ്പിനെ കൂവും. എന്തിനാണല്ലോ കൂവുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓ ഫെയ്ത്ത്ഫുൾ, ഓൾ ലിവൈറ്റ്സ്, ഓൾ പ്രീസ്റ്റ്, നിങ്ങളുടെ അതാത് സ്ഥലങ്ങളിലേക്ക് വരിക, യാഗത്തിനുള്ള ഒരുക്കങ്ങൾ തയ്യാറാകുന്നു എന്ന് വിളിച്ചു പറയുന്നൊരു സംഭവമുണ്ട്. ഓൾ കൊഹാനിയും ഓൾ ലെവൈറ്റ്സ് ഓരോരുത്തരെയും വിളിക്കുകയാണ്. അപ്പൊ പുരോഹിതന്മാരെ വിളിച്ചുണർത്തും. യെരുശലേം പട്ടണത്തില് കോഴികൾക്ക് നിരോധനം ഉണ്ടായിരുന്നു. കോഴി അവിടെ കാഷ്ടിച്ചെല്ലാം വൃത്തികേടാക്കുന്നുണ്ട്. യെരുശലേം പട്ടണത്തിന്റെ നിബന്ധനകൾ, 90 നിയമങ്ങൾ യെരുശലേം ദൈവാലയത്തിന്റെ പുറത്ത് എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ഈ പട്ടണത്തിൽ കോഴിയെ വളർത്തരുത് എന്നായിരുന്നു. യെരുശലേമിൽ ഒരിക്കലും കോഴിയില്ലായിരുന്നു. പിന്നെ ഈ യേശു കർത്താവ് പറഞ്ഞത്, യെരുശലേം ദൈവാലയം സൂക്ഷിക്കുന്ന ഒരുവനുണ്ട്, അവൻ ദൈവാലയം അടച്ച് ഭദ്രമാക്കും. യാഗങ്ങളെല്ലാം കഴിയുമ്പോൾ പുരോഹിതൻ മെനോറയിൽ എണ്ണ പകരും. മെനോറയിൽ എണ്ണ പകരുക എന്ന് പറഞ്ഞാൽ 7 നിലവിളക്കുണ്ട്. ആ നിലവിളക്കുകൾ കെടാദീപമാണ്, കെടാൻ പാടില്ല. അപ്പൊ കെടാതെ സൂക്ഷിക്കുന്ന ആ നിലവിളക്ക് കെടാതിരിക്കത്തക്ക വിധത്തിലുള്ള എണ്ണയെല്ലാം പകർന്ന് ആ വിളക്കിനെ ജ്വലിപ്പിച്ചതിന് ശേഷം പുരോഹിതന്മാർ മുഴുവൻ ദൈവാലയത്തിൽ നിന്ന് പുറത്തേക്ക് പോകും. ദൈവാലയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം, ദൈവാലയം അടയ്ക്കുന്നത് എങ്ങനെയാണെന്ന്. എൻ്റെ കയ്യിൽ എൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അവരടയ്ക്കുന്നത് നല്ല രസമാണത് കാണാൻ. പുറത്തു നിന്നാണ് അടയ്ക്കുന്നത്. പുറത്തു നിന്ന് അടച്ചിട്ട് അവസാനം അതൊരു ഏണി വെച്ച് കയറി അടച്ച് ആ ഏണി ആ ഒരു ചെറിയ ദ്വാരത്തിൽ കൂടെ അകത്തേക്ക് കൊടുക്കുമ്പോൾ അകത്തൊരാൾ ആ ഏണി വലിച്ചെടുക്കുന്നു. ഏണി വലിച്ചെടുക്കുന്നവന്റെ പേരാണ് ഹെഗവർ. അവൻ എടുത്തിട്ട് ആ ചെറിയ കിളിവാതിൽ അകത്ത് നിന്ന് അടച്ച് ലോക്ക് ചെയ്യും. പറഞ്ഞാൽ അത്ര സേഫായിട്ടാണ് ദൈവാലയം അടയ്ക്കുന്നത്. ദൈവാലയം അടച്ചിട്ട് ഇവൻ നേരെ പോയി തറയിലൊരു ദ്വാരമുണ്ട്. ഒരു ദ്വാരത്തിന്, ആ ദ്വാരത്തിൽ ഈ താക്കോലിടും. ഈ താക്കോലിട്ടിട്ട് ആ ദ്വാരത്തിന് മുകളിൽ ഈ ഒരു പലക വെച്ചിട്ട് ആ പലകയ്ക്ക് മുകളിൽ പായ വിരിച്ചാണ് ഇവൻ കിടന്നുറങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവാലയം കംപ്ലീറ്റ് അവന്റെ കസ്റ്റഡിയിലായി. ആ ദൈവാലയ സൂക്ഷിപ്പുകാരന്റെ പേരാണ് ഹെഗവർ. ഇവൻ വെളുപ്പിനെ എഴുന്നേറ്റിട്ട് ഉച്ചത്തിൽ വിളിക്കും. അപ്പൊ ദൈവാലയത്തിന്റെ പടിഞ്ഞാറ ഭിത്തിയോട് ചേർന്നാണ് മഹാപുരോഹിതന്റെ വീട്. അതിന്റെ നടുത്തളത്തിലാണ് പത്രോസ് അപ്പോസ്തലൻ തീ കായുന്നത്. അപ്പോൾ ഈ പത്രോസിന്റെ ചെവിയിലേക്ക് നല്ല ഡിജിറ്റൽ സൗണ്ട് സിസ്റ്റത്തിൽ നിന്ന് ചെല്ലുന്ന നല്ല കൃത്യമായിട്ട് ഹെഗവറിന്റെ വിളി ചെല്ലുകയാണ്, സകല പുരോഹിതന്മാരുമായുള്ളവരെ യാഗത്തിനായി ഒരുങ്ങുവീൻ. ഇതാണ് പത്രോസിന്റെ കാതുകളിൽ മുഴങ്ങിയത്. അപ്പോഴാണ് സാക്ഷാൽ ദൈവത്തിന്റെ കുഞ്ഞാട് വിസ്തരിക്കപ്പെടുകയാണ്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഈ കാഴ്ച പത്രോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മഹാപുരോഹിതന്റെ മുമ്പിൽ വിസ്താരത്തിനായി നിൽക്കുന്ന തന്റെ അരിമനാഥനെ കാണുന്ന സമയത്ത് യോഹന്നാൻ തന്റെ പഴയ ഗുരു ഉണ്ടല്ലോ, സ്നാപയോഹന്നാൻ പറഞ്ഞെന്താ, ബിഹോൾഡ് ദ ലാം ഹു ടേക്സ് അവേ ദ സിൻസ് ഓഫ് ദ വേൾഡ്. അപ്പോഴാണ് ഇവിടുന്ന് ഹെഗവർ വിളിക്കുന്നത്, യാഗത്തിനൊരുങ്ങുവീൻ, യാഗം നടക്കാൻ പോകുന്നു. അപ്പോഴാണ് വേലക്കാരി ചോദിക്കുന്നത്, നീ ആ കൂടെയുള്ള? ഞാൻ അവനെ അറിയുന്നില്ല. അപ്പോഴാണ് അടുത്ത വിളി വരുന്നത്, സകല ലേവ്യന്മാരുമേ ഗെറ്റ് റെഡി, പ്രിപ്പയർ ദ സാക്രിഫൈസ്. ഹെഗവർ വിളിക്കുകയാണ്. അപ്പൊ ഈ ഹെഗവറാണ് 3 വട്ടം കൂവുന്നത്. കോഴി കൂകി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഈ ഗവർ എന്ന വാക്കാണ് ഈ കോഴിക്കും മനുഷ്യനും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് യഹൂദന്മാരുടെ ഇടയിലെ കപ്പരോട്ട് എന്ന് പറയുന്ന ഒരു ആചാരമുണ്ടായിരുന്നു യോങ്കിപ്പൂറുമായിട്ട് ബന്ധപ്പെട്ട്. ആ കപ്പരോട്ട് എന്ന ആചാരമാണ് പിൽക്കാലത്ത് പുതുപ്പള്ളി പള്ളിയിൽ കോഴിവെട്ടായിട്ട് മാറിയത്. അപ്പൊ പുതുപ്പള്ളി പള്ളിയിൽ ഇന്ന് നാമമാത്രമായിട്ട് അത് നിലനിൽക്കുന്നുള്ളൂ. അത് അടുത്ത എൻ്റെ ഒരു ചിന്തയിൽ ഒരു വിതിൻ 5 years അതവിടെ ഇല്ലാതെയാക്കി ഇവാഞ്ചലിക്കലാക്കി മാറ്റാനുള്ള ഒരു ശ്രമം അവർക്കുമുണ്ട്. അവരുടെയൊക്കെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതെങ്ങനെയെങ്കിലും അങ്ങ് നിർത്തണം, ഇതൊരു പേരുദോഷമായിട്ട് കിടക്കുക, നമ്മുടെ പള്ളിക്കുള്ളൊരു പേരുദോഷമാണ്, നമുക്കിതെല്ലാം അങ്ങ് തുടച്ച് മായ്ക്കണം എന്നാണ്. നല്ലതാണ്, തുടച്ച് മായ്ക്കുന്നതോടുകൂടെ പാരമ്പര്യവും തനിമയും പൈതൃകവുമാണ് തുടച്ച് മായ്ക്കുന്നത്. മനസ്സിലായി? പുതുതാക്കാൻ എളുപ്പമുണ്ട്, പാരമ്പര്യം അല്പം ബുദ്ധിമുട്ടാണ്, കിട്ടത്തില്ല. അപ്പൊ ഇവര് പറയുന്നത് ഈ കോഴിവെട്ട് നമുക്ക് നിർത്തണം, ഇവാഞ്ചലൈസ് ചെയ്യാണ്, അല്ലെങ്കിൽ ഇവാഞ്ചലിക്കൽ ആക്കി മാറ്റാം. എത്ര അബദ്ധമാണ് നിങ്ങൾ കാണിക്കുന്നറിയോ? കാരണം ഇത് ഒരിക്കലും ഒരു ജാതീയ ആചാരമല്ല,
അത് നിങ്ങളുടെ ഇടവകയ്ക്കുള്ള ഒരു ജൂവിഷ് റൂട്ട്സിൻ്റെ അവസാനത്തെ ഒരു അടയാളമാണ്. അതുകൊണ്ടാണ് അത് വന്നത്. ഈ യഹൂദന്മാരുടെ കപ്പരോട്ടിൽ നിന്നാണ് പുതുപ്പള്ളി പള്ളിയിലെ കോഴിവെട്ട് വന്നത്. ഇപ്പം ഇന്നലെ എന്നോട് ചോദിച്ചതുകൊണ്ട് ഞാനത് പറയുകയാണ്. ഈ യോം കിപ്പൂർ എന്ന് പറയുന്ന ആ ദിവസം, അതിന് യോം കിപ്പൂറിന് പറയുന്നത് എന്താണ്? ദ ഡേ ഓഫ് അറ്റോൺമെന്റ്. ഡേ ഓഫ് അറ്റോൺമെന്റ് എന്നാണ് പറയുന്നത്. ഡേ ഓഫ് അറ്റോൺമെന്റ്. ഈ ഡേ ഓഫ് അറ്റോൺമെന്റിൽ പ്രധാനമായിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഡേ ഓഫ് അറ്റോൺമെന്റിൽ പ്രധാനമായിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ. ഡേ ഓഫ് അറ്റോൺമെന്റിലെ ഈ യാഗങ്ങൾ, 4 മൃഗങ്ങളെയാണ് യാഗം കഴിക്കുന്നത്. നിങ്ങൾക്കറിയാം 4 മൃഗങ്ങളെ യാഗം കഴിക്കും. 4 മൃഗങ്ങൾ ആരൊക്കെയാണ്? ഒന്ന്, മഹാപുരോഹിതന് വേണ്ടിയുള്ള യാഗമുണ്ട്. പിന്നെ ജനത്തിന് മുഴുവൻ വേണ്ടിയുള്ള പാപമുണ്ട്, കോൺഗ്രിഗേഷന് വേണ്ടിയുള്ള. പിന്നെ ഏതെങ്കിലും ഒരു സാധാരണ വിശ്വാസി പിഴച്ചാൽ അവന് വേണ്ടിയുള്ള പാപപരിഹാര യാഗമുണ്ട്. പിന്നെ ജനത്തിലെ ഒരു മൂപ്പൻ പിഴച്ചാൽ അവന് വേണ്ടിയുള്ള പാപപരിഹാരമുണ്ട്. അപ്പം ഇങ്ങനെയാണ് അതിനകത്ത് പാപപരിഹാരമുള്ളത്. പാപപരിഹാരത്തെപ്പറ്റി, യാഗത്തെപ്പറ്റി വളരെ വിശദമായ വിശദീകരണം നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. അപ്പം അതിനകത്ത് 4 രീതിയിലാണ്. ഒരു സാധാരണ കോമൺ ബിലീവർ പാപം ചെയ്താൽ അവന് വേണ്ടി ഉള്ള യാഗം ഒരു കുറുപ്രാവിനെയോ ഒരു ആടിനെയോ ഒക്കെ കൊണ്ട് കൊടുക്കുക. അവൻ്റെ ഇഷ്ടം, അവൻ്റെ പ്രാപ്തി പോലെയാണ്. ഈ പ്രാവിനെയൊക്കെ കൊണ്ട് യാഗം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒതുക്കത്തിൽ കൊണ്ടുപോകാം. പറഞ്ഞാൽ ഇങ്ങനെ ഈ ആരും കാണത്തൊന്നുമില്ല. ഒരു ചെറിയ പ്രാവിനെ കൈപ്പിടിച്ചോണ്ട് ഇങ്ങനെ പോയി യാഗം നടക്കുന്നിടത്ത് കൊണ്ട് കൊടുക്കുക. പക്ഷെ ജനത്തിന്റെ ഇടയിൽ ഒരു പ്രമാണി പിഴച്ചാൽ, ഒരു മൂപ്പൻ, ഒരു ലീഡർ, ഒരു പൊളിറ്റിക്കൽ ലീഡർ അല്ലെ സോഷ്യൽ ലീഡർ, അവൻ പിഴച്ചാൽ ഇങ്ങനെ ഒതുക്കത്തിൽ പ്രാവിനെ കൊണ്ടൊന്നും കാര്യം നടക്കത്തില്ല. ഒരു ആടിനെ തന്നെ കൊണ്ടുപോകണമെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പറഞ്ഞാൽ ആളുകളെല്ലാം കാണണം പ്രമാണി ആടുമായിട്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ സോഷ്യൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഇപ്പം മന്ത്രിമാരാകട്ടെ, രാഷ്ട്രീയ നേതാക്കന്മാരാകട്ടെ, സാമൂഹിക പ്രവർത്തകരാകട്ടെ, അവരൊക്കെ പിഴച്ചാൽ അവരുടെ തെറ്റുകൾ പരസ്യമായിട്ടാണ് വിചാരണ ചെയ്യപ്പെടുന്നത്. ഇന്ന് നമ്മൾ മാധ്യമ വിചാരണയൊക്കെ കാണുന്നു പരസ്യമായിട്ട്. അപ്പോൾ ഇത് ന്യായപ്രമാണത്തിൽ അങ്ങനെയാണ് കാണുന്നത്. ഒരു ആടിനെ അവർക്ക് വേണ്ടി ബലി കഴിക്കണം. അപ്പോൾ ഒരു സാധാരണ വ്യക്തിയാണ് പിഴയ്ക്കുന്നതെങ്കിൽ അവന് ചെറിയ പ്രാവിനെ കൊണ്ട് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ആദിമ സഭയിൽ അങ്ങനെയായിരുന്നു ഏറ്റുപറച്ചിൽ. പാപങ്ങൾ പരസ്യമായിട്ടാണ് ഏറ്റുപറയുന്നത്. പരസ്യമായിട്ട് കോൺഗ്രിഗേഷന് മുമ്പിൽ എഴുന്നേറ്റ്. ചില ആളുകൾ ഇതെല്ലാം സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ ആക്കണം എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ കുംഭസാരത്തിനെതിരായിട്ടൊക്കെ ചില ആളുകൾ ആക്ഷേപം ഉന്നയിക്കും. നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റുപറയുന്നെങ്കിലാണ് കരുണ ലഭിക്കുന്നത്. അപ്പൊ ഏറ്റുപറച്ചിൽ എങ്ങനെയാണ്? പരസ്യമായിട്ട് കോൺഗ്രിഗേഷനോടാണ് ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കോൺഗ്രിഗേഷനോട് ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാക്കിയത് കൊണ്ടാണ് ജനത്തിന്റെ മുഴുവൻ പ്രതിനിധിയായ പുരോഹിതനോട് ഏറ്റു പറഞ്ഞാൽ മതി എന്നൊരു സമ്പ്രദായം വന്നത്. പലരും ഓർക്കുന്നത് പാപം ദൈവത്തോട് ഏറ്റു പറഞ്ഞാൽ മതി എന്നാ പെന്തക്കോസ്തുകാർ പറയുന്നത്. ദാറ്റ് ഈസ് നോൺസെൻസ്. പാപം ദൈവത്തോട് ഏറ്റു പറഞ്ഞിട്ട് എന്താ വിശേഷം? ദൈവത്തിന് ഇവന്റെ പാപം അറിയത്തില്ലേ? ഇവൻ ജനിക്കുന്നതിന് മുമ്പ്, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നിന്നെ അറിയാവുന്ന ദൈവമാണ്. നിന്റെ നടപ്പും നിന്റെ ഇരിപ്പും നിന്റെ കിടപ്പും നിന്റെ മനോഭാവവും നിന്റെ ചിന്തകളും നിന്റെ വിചാരങ്ങളും നിന്റെ സ്വപ്നങ്ങളും സകലതും അറിയാവുന്ന ദൈവത്തോട് എന്ന് കർത്താവേ ഞാൻ ഇന്ന പോലെ ചെയ്തായിരുന്നു, ഒതുക്കത്തിൽ ഒരു മുറി അടച്ചതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നീ ചെയ്ത പാപം നീ പരസ്യമായിട്ട് ഏറ്റു പറയണം.
കാരണം പാപം ചെയ്തത് മനുഷ്യനോടാണ്, സഹജീവികളോടാണ്, സമൂഹത്തോടാണ്, കമ്മ്യൂണിറ്റിയോടാണ്. അപ്പൊ കമ്മ്യൂണിറ്റിയോട് ചെയ്ത തെറ്റ് കമ്മ്യൂണിറ്റിയോടാണ് ഏറ്റു പറഞ്ഞിട്ട് പരിഹാരം വരുത്തുന്നത്. അതാണ് സക്കായി ചെയ്തത്. കർത്താവേ, ഞാൻ എൻ്റെ സ്വത്തിന്റെ പകുതി ഞാൻ ദാനം ചെയ്യുന്നു. ഞാൻ ആരോടെങ്കിലും വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ട്, അതിന്റെ 4 മടങ്ങ് തിരിച്ചു കൊടുക്കുന്നു. ദാറ്റ് ഈസ് ട്രൂ കൺഫെഷൻ. അപ്പൊ that kind of confessions was practiced in the first century church. പരസ്യമായിട്ടല്ല പാവങ്ങളും മന്ത്രവാദം ചെയ്തുകൊണ്ടിരുന്നവർ പറഞ്ഞു, ഞങ്ങൾ മന്ത്രവാദികളാണ്, ഇതാ ഞങ്ങളുടെ മന്ത്രവാദ ഗ്രന്ഥങ്ങൾ. 50,000 വെള്ളിക്കാശ് വിലയുള്ള പുസ്തകം കത്തിച്ചു. ഈ 50,000 വെള്ളിക്കാശ് അപ്പോസ്തല പ്രവൃത്തി 19 50,000 വെള്ളിക്കാശ് വിലയുള്ള പുസ്തകം അവർ കത്തിച്ചു എന്ന് പറയുമ്പോൾ യേശു കർത്താവിന് വിലയിട്ടത് 30 വെള്ളിക്കാശാണ്. നിങ്ങൾ ഓർക്കണം. അപ്പൊ യേശുക്രിസ്തുവിന് 30 വെള്ളിക്കാശ് വിലയിട്ട സ്ഥലത്താണ് 50,000 വെള്ളിക്കാശിന്റെ പുസ്തകം കത്തിച്ചത്. അപ്പൊ അത്തരത്തിലുള്ള കൺഫെഷൻസ് ആയിരുന്നു. പിന്നീട് അതിലെ അപ്രായോഗികതയും അതുണ്ടാക്കുന്ന മറ്റു തരത്തിലുള്ള സമ്മർദ്ദങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിയതുകൊണ്ടാണ് പരിശുദ്ധ സഭ കുമ്പസാരം എന്ന കൂദാശ സ്ഥാപിച്ചത്. അത് ഈ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുകൊണ്ടാണ്. അപ്പൊ സഭയുടെ മുഴുവൻ പ്രതിനിധിയായ പുരോഹിതനോടാണ് ഇവൻ പാപത്തെ ഏറ്റു പറയുന്നത്. പാപത്തെ ഏറ്റു പറയുമ്പോൾ പുരോഹിതൻ എന്ത് ചെയ്യാണ്? പാപപരിഹാര നിർദ്ദേശം കൊടുക്കുകയാണ്. പാപപരിഹാര നിർദ്ദേശം എന്താണ്? അത് ഇന്നിപ്പം വന്നു കഴിയുമ്പം നീ വിളക്കില് 100 മില്ലി എണ്ണ ഒഴിക്കാനോ അല്ലെങ്കിൽ 2 സ്വർഗസ്ഥനായ പിതാവേയും ഒരു നന്മ അറിഞ്ഞു പറയും ചൊല്ലാൻ ഇങ്ങനെയൊക്കെ പറയുന്നേ. ഇപ്പം അത് ഒരു ആ രീതിയിൽ എന്ന് പറഞ്ഞാൽ വളരെ നേരിയ കാര്യങ്ങളാണ് പറയുന്നത്. പലപ്പോഴും അത് അപഹാസ്യമായി പോകാറുമുണ്ട്. എന്നാൽ യഥാർത്ഥ കുമ്പസാരം നടക്കുമ്പോൾ അങ്ങനെ അല്ലായിരുന്നു. യഥാർത്ഥ കുമ്പസാരം ചെന്നിട്ട് പറയാണ്, അച്ഛാ ഞാന് തങ്കച്ചൻ്റെ ഒരു ആടിനെ മോഷ്ടിച്ചു. കഴിഞ്ഞ മാസം തങ്കച്ചൻ പറഞ്ഞാൽ എൻ്റെ ആടിനെ കാണാൻ, അച്ഛാ അത് ഞാനാ ചെയ്തേ. ഇതാ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. അപ്പൊ അച്ഛൻ അവിടെ ഇരുന്നിട്ട് അത് പരിഹരിക്കുകയാണ്. അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കാൻ നീ 3 സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലുക എന്നല്ല, ഈ തങ്കച്ചന്റെ ആടിനെ തിരിച്ചു കൊടുപ്പിക്കുക. അപ്പൊ ഇവൻ ഈ കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ മുഴുവൻ അപഹാസ്യനാകാതെ രഹസ്യമായി ഇവന്റെ പാപത്തെ പരിഹരിച്ച് അവിടെ റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. തങ്കച്ചന്റെ നഷ്ടത്തെ പരിഹരിക്കുന്നു, അത് അവന് തിരിച്ചു കൊടുക്കുന്നു. തങ്കച്ചനും ഇവനും തമ്മിൽ മികച്ച ബന്ധം ഉണ്ടാക്കി കൊടുക്കുന്നു. ഈ സിന്നർക്ക് പീസ് ഉണ്ടാകുന്നു. ഇതായിരുന്നു കുമ്പസാരം. അപ്പൊ അതുകൊണ്ട് കുമ്പസാരത്തെ വിമർശിക്കുന്ന ഒരു കുമ്പസാരത്തിന്റെ ശ്രേഷ്ഠത, അതിന്റെ പ്രായോഗികത, അത് എത്രമാത്രം റെലവെന്റ് ആയിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഈ കുമ്പസാരം വന്നതും ഇതില്ല. ഇപ്പൊ പെന്റക്കോസ്റ്റിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ എന്ത് വൃത്തിയായിട്ട് കാണിക്കാം, എന്നിട്ട് മുറി അടച്ചിരുന്ന് ദൈവത്തോട് പറഞ്ഞാൽ മതി. പക്ഷെ ഒരിക്കലും കുറ്റബോധം, കാരണം ഇവൻ കേൾക്കുന്നുണ്ടോ എങ്ങനെ അറിയും? ദൈവം കേട്ടോന്ന് എങ്ങനെ അറിയുന്നേ? കുറ്റബോധം കൊണ്ട് നീറി നടക്കുക. പിന്നെയും കുറ്റബോധം കൂടുമ്പോൾ ഡ്രം അടിച്ചു പൊട്ടിക്കുക. അതിൽ കൂടുതൽ ഒരു ഓപ്ഷൻ പെന്റക്കോസ്റ്റുകാർക്കില്ല. അതുകൊണ്ട് കുമ്പസാരം വളരെ ധന്യമായ, ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് എഴുതി, കുമ്പസാരം എന്നത് നമുക്ക് കിട്ടിയ, മലയാള ഭാഷയ്ക്ക് കിട്ടിയ ഒരു സൗഭാഗ്യമാണ്. ആ വാക്ക് തന്നെ അന്ന് TS ബാലന്റെ പത്രമുള്ള TS ബാലൻ എന്നെ ഒരുപാട് വിമർശിച്ച, അന്ന് ഞാൻ പെന്റക്കോസ്റ്റ് പാസ്റ്റർ ആയിരുന്നപ്പോഴേ. കാരണം ഒരു പാസ്റ്റർ എന്ന നിലയ്ക്ക് അനേക ആളുകളുമായിട്ട് ഇടപെട്ടു, സംസാരിച്ചും പലരുടെ പ്രശ്നങ്ങൾ കേട്ടും ഒക്കെ മുന്നോട്ട് പോയപ്പം എനിക്ക് മനസ്സിലായി കുമ്പസാരം എന്ന കൂദാശയ്ക്ക് ഒരു മനുഷ്യന് കൊടുക്കാൻ കഴിയുന്ന ആന്തരിക സൗഖ്യത്തിന്റെ അളവ് എത്രമാത്രമാണ്. അതുകൊണ്ട് യഥാർത്ഥ സഭ, ക്രിസ്തുവിന്റെ സഭ, ആ പാപമോചന കൂദാശയ്ക്കുള്ള അധികാരവും ആ ശുശ്രൂഷ ചെയ്യുന്നതുമായ സഭയാണ്. അതാണ് കുമ്പസാരം. ഞാൻ അല്പം വഴിമാറിപ്പോയി, നമ്മൾ യോം കിപ്പൂറിലേക്ക് വരണം. അപ്പം യോം കിപ്പൂർ എന്ന ഈ ദിവസത്തിൽ ഈ പാപപരിഹാരത്തിന് വേണ്ടിയുള്ള യാഗമാണ് നടക്കുന്നത്. അപ്പൊ ജനത്തിലെ ഒരു പ്രമാണി പിഴച്ചാൽ അതൊരു പ്രാവിനെ കൊണ്ട് പരിഹരിക്കാൻ പറ്റത്തില്ല, അത് ഒരു ആടിനെ കൊണ്ട് വരണം. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും പ്രമാണി തെറ്റി. പ്രമാണി പരസ്യമായ ആടിനെ ബലി കഴിക്കും. ആടിന്റെ മേൽ കൊണ്ട് കൈവെക്കണം അവന്റെ പാപങ്ങൾ, എന്നിട്ട് ആടിനെ ബലി കഴിക്കും. ഇതാണ് സ്ഥിതി. പിന്നീട് കോൺഗ്രിഗേഷന്റെ മുഴുവനും വേണ്ടിയുള്ള ഒരു പാപപരിഹാരമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മുഴുവന്റെയും പാപത്തിന് പരിഹാരം എന്താണ്? ഒരാടാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്രായേൽ മുഴുവന്റെയും പാപത്തിനുള്ള പരിഹാരം ആണ് ഒരാട്. പക്ഷെ ഒരു പ്രമാണി പിഴച്ചാലും ഒരാട് വേണം. എന്ന് പറഞ്ഞാൽ ഒരു പ്രമാണി പിഴയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മുഴുവൻ പിഴയ്ക്കുന്നതിന് തുല്യം. അത്ര ഗൗരവതരമായ കുറ്റമായിട്ടാണ് ദൈവം തമ്പുരാൻ അത് കാണുന്നത്. കാരണം എന്താ? ഈ നയിക്കുന്നവർ പിഴച്ചാൽ നയിക്കപ്പെടുന്നവർ മുഴുവൻ പിഴയ്ക്കും. അതുകൊണ്ടാണ് ആശാൻ അക്ഷരം 1 പിഴച്ചാൽ ശിഷ്യൻ 56 പിഴയ്ക്കുമെന്ന് ഈ പറയുന്നത്.
അതുകൊണ്ട് നമ്മുടെ ലീഡേഴ്സ് അവർ ശ്രദ്ധിക്കണം. അത് അവരുടെ കുറ്റം സാധാരണ ഒരു വ്യക്തിയുടെ കുറ്റം പോലെയല്ല, അവരുടെ പാപം സാധാരണ ഒരു വ്യക്തിയുടെ പാപം പോലെയല്ല, അവരുടെ പിഴവ് സാധാരണ ഒരു വ്യക്തിയുടെ പിഴവ് പോലെയല്ല. ഇന്ന് പലപ്പോഴും ലീഡേഴ്സ് പറയുന്നത് അവർക്കും ലേമേന്റെ പ്രിവിലേജ് വേണം. നോ, കാരണം അവർ ലീഡർ ആയിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ നിയമം പോലും പറയുന്നത് ലീഡർ പഴിച്ചു കഴിയുമ്പം ആടിനെ കൊണ്ടുവരണം, പരസ്യമായിട്ട് ആടിന്റെ മേൽ അവൻ കൈവെക്കണം. ഇനി പുരോഹിതന്റെ പാപം അടുത്തത്. ഇപ്പൊ നമ്മൾ 3 പാപങ്ങളാണ് പറഞ്ഞത്. സാധാരണ മനുഷ്യന്റെ പാപം, പ്രമാണിയുടെ പാപം, കമ്മ്യൂണിറ്റിയുടെ മൊത്തം പാപം. എന്നാൽ പുരോഹിതന്റെ പാപം വന്നാൽ എന്താണെന്നറിയാവോ? പുരോഹിതന്റെ പാപം വന്നാൽ ആട് പോരാ, കാള വേണം. അപ്പൊ പുരോഹിതന്റെ പാപം എത്ര ഗൗരവതരമാണെന്ന് നിങ്ങൾ ഓർക്കണം. മുഴുവൻ ഇസ്രായേലിന്റെയും കൂടെ പാപത്തിന് ഒരാട് മതി എന്ന് പറഞ്ഞ ദൈവം തമ്പുരാൻ പറയാണ്. പക്ഷെ പുരോഹിതൻ പഴിച്ചാൽ എന്ത് വേണം? ഒരു കാള വേണം എന്ന് പറഞ്ഞാൽ അത് കാണാതെ ആരുമില്ല. അവിടെ എല്ലാവർക്കും കാണാം പുരോഹിതൻ കാളയായിട്ട് വരുന്നത്. അത്ര ഗൗരവമാണ് ഒരു പുരോഹിതൻ പാപം ചെയ്യുന്നത്. ദൈവത്തിന്റെ പ്രമാണമാവും ഇത്. ഇതൊക്കെയാണ് യോം കിപ്പൂറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പൊ ഈ യോം കിപ്പൂർ ദിവസം നിങ്ങൾക്കറിയാം 2 ആടിനെ എടുക്കും. ഒന്ന് ദൈവത്തിനുള്ളതും പിന്നെ ഒന്നുള്ളത് അസസേലിനുള്ളതും ഒക്കെ തെരഞ്ഞെടുക്കും. അങ്ങനെയാണ് ആ യാഗം നടക്കുന്നത്. നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഈ ബൈബിളിൽ വായിച്ചും പ്രസംഗങ്ങളിൽ കേട്ടും നമുക്ക് വളരെ പരിചയമാണ്. എബ്രായ ലേഖനത്തിന്റെ വ്യാഖ്യാനമൊക്കെ പഠിക്കുമ്പം ഈ ആടിനെ അതിലവിടെ ചെയ്യുന്നത് 2 ആടിനെ കൊണ്ടുവരും. 2 ആടിനെ കൊണ്ടുവന്ന് നറുക്കിട്ട് ഒന്നിനെ ദൈവത്തിനായിട്ടും ഒന്നിനെ അസസേലിനായിട്ടും മാറ്റി നിർത്തും. ഈ അസസേലിനുള്ള ആടിനെ, ദൈവത്തിനുള്ള ആടിനെ ഇവിടെ യാഗം കഴിക്കുകയും ദൈവാലയത്തിൽ യാഗം കഴിക്കുകയും അസസേലിനുള്ള ആടിനെ മരുഭൂമിയിലേക്ക് തള്ളിവിടുകയും ചെയ്യും. മരുഭൂമിയിലൂടെ ആട് നടന്നങ്ങ് പോവാണ്. പാപം ചുമന്നുകൊണ്ട് നടന്നു പോകും. ഇതാണ് എല്ലാ വർഷവും പാപപരിഹാര ദിവസം അല്ലെങ്കിൽ യോം കിപ്പൂർ അല്ലെങ്കിൽ ഡേ ഓഫ് അറ്റോൺമെന്റിൽ അവർ ചെയ്യുന്നത്. അവർ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു സ്കാർലറ്റ്, ഒരു ചുവന്ന കമ്പിളി കൊണ്ടുള്ള റിബൺ ഈ ആടിന്റെ കൊമ്പിൽ കെട്ടിവെക്കും. ചുവന്ന റിബൺ. എന്നിട്ട് ആ റിബണിന്റെ ഒരു ഭാഗം മുറിച്ചെടുത്ത് ദൈവാലയത്തിന്റെ വാതിലിൽ തൂക്കിയിടും. എന്നിട്ട് ഈ ആടിനെ മരുഭൂമിയിലേക്ക് വിടും. എന്നിട്ട് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ പുരോഹിതന്മാരും ജനങ്ങളും ഈ ദൈവാലയത്തിന്റെ വാതിലിൽ തൂക്കിയിട്ടിരിക്കുന്ന ഈ സ്കാർലറ്റ് പീസിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കും. ആടങ്ങ് അപ്രത്യക്ഷമാവും. മരുഭൂമിയിലൂടെ നടന്ന് പാറക്കെട്ടിൽ ചെന്ന് കീഴ്ക്കാൻ തൂക്കായ പാറക്കെട്ടിലൂടെ താഴേക്ക് വീണ് ആട് ചാകും. ആ സമയത്ത് ഈ ദൈവാലയത്തിന്റെ വാതിലിൽ തൂക്കിയിട്ടിരിക്കുന്ന ഈ ചുവന്ന റിബൺ തൂവെള്ള നിറമായി മാറും. അപ്പോൾ പുരോഹിതന്മാരും ജനങ്ങളും ദൈവത്തിന് വലിയ മഹത്വം കൊടുക്കും. അവരുടെ പാപങ്ങൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. ഇതാണ് ഇസ്രായേലിൽ ലിറ്ററലായിട്ട് സംഭവിച്ചുകൊണ്ടിരുന്നത് ഡേ ഓഫ് അറ്റോൺമെന്റിൽ. അതുകൊണ്ടാണ് യഹൂദൻ അവരുടെ പള്ളിയെ സംബന്ധിച്ച്, അവരുടെ ദൈവാലയത്തെ സംബന്ധിച്ച് അത്രമാത്രം പ്രൗഡായിരുന്നു അവർക്ക്. കാരണം ഇത്ര വലിയ ദൈവ സാന്നിധ്യവും അത്ഭുതവുമാണ് അവർ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ചില വർഷങ്ങളിൽ ഇവർ ഈ യാഗം നടത്തുമ്പോൾ ഈ റിബണിന്റെ നിറം മാറത്തില്ല. ഈ റിബണിന്റെ നിറം മാറാൻ അവർ പ്രതീക്ഷയോടെ ഇരിക്കും. ചില വർഷങ്ങളിൽ ഇതിന്റെ നിറം മാറത്തില്ല, ചുവന്നു തന്നെ ഇരിക്കും. ആ വർഷം മുഴുവൻ അവർക്ക് വലിയ ദുരിതവും സങ്കടവും കഷ്ടവും മനപ്രയാസവുമാണ്. അവർ വീണ്ടും പ്രതീക്ഷയോടെ അടുത്ത വർഷത്തെ യോം കിപ്പൂറിന് കാത്തിരിക്കും. അടുത്ത വർഷം നിശ്ചയമായും ദൈവം നമ്മെ കടാക്ഷിക്കും. അടുത്ത യോം കിപ്പൂറിന് അത് വെള്ളയായി മാറും. അങ്ങനെ ഓൺ ആൻഡ് ഓഫ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ഇത് മാറാതിരിക്കുന്ന വർഷങ്ങൾ യഹൂദന്മാർക്കുണ്ടായിരുന്നു. എന്നാൽ യഹൂദന്മാരുടെ ചരിത്രത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തിയ ഒരു 40 വർഷമുണ്ട്.
ഇത് ശലോമോന്റെ ഭരണം പോലെയാണ്. ശലോമോന്റെ ഭരണമാണ് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഏറ്റവും പീസ്ഫുൾ പീരീഡ് ആണ്. 40 years ഒരു യുദ്ധവുമില്ലായിരുന്നു, ഒരു ചെറിയ വഴക്ക് പോലും ഇല്ലായിരുന്നു. സമാധാനം, സമൃദ്ധി, സന്തോഷം, പീസ് ആൻഡ് പ്രോസ്പെരിറ്റി, അതായിരുന്നു രാജ്യത്തെങ്ങും വിളയാടിയത്. അതുകൊണ്ടാണ് ശലോമോനെ യേശു കർത്താവിന്റെ നിഴലാണെന്ന് നമ്മൾ പറയുന്നത്. അല്ല, ശലോമോന്റെ ബാക്കി പ്രവൃത്തികൾ കൊണ്ടല്ല. കാരണം ശാലേം രാജാവാണ്, സമാധാനത്തിന്റെ രാജാവാണ്, സമാധാനത്തിന്റെ പ്രഭുവാണ്. ശലോമോൻ ഭരിച്ചപ്പോൾ രാജ്യത്തെങ്ങും സമാധാനമായിരുന്നു, യുദ്ധമില്ലായിരുന്നു, സന്തോഷമായിരുന്നു, രാജ്യത്ത് സമൃദ്ധിയായിരുന്നു, പ്രോസ്പെരിറ്റി ആൻഡ് പീസ്. അപ്പം അതാണ് ക്രിസ്തുവിന്റെ നിഴലായിട്ട് നമ്മൾ കാണുന്നത്. സമാധാന സമൃദ്ധി, നീതി വറ്റാത്ത തോടുപോലെ, ദ പീസ് ദാറ്റ് പാസസ് ഓൾ അണ്ടർസ്റ്റാൻഡിങ്, ആർക്കും ഗ്രഹിക്കാൻ കഴിയാത്ത സമാധാനം. അങ്ങനെ 40 വർഷം ശലോമോൻ ഉണ്ടായിരുന്നു. അതുപോലെ എസ്രായ്ക്ക് ശേഷം ഇസ്രായേലിൽ മഹാപുരോഹിതനായ ഷീമോൻ ഹസാദിക്, അല്ലെ നീതിമാനായ ഷീമോൻ എന്നൊക്കെ വിളിക്കും അവർ ഈ റാബിനിക് റൈറ്റിംഗ്സിൽ, ഷീമോൻ ഹസാദിക്. ഇപ്പം ഷീമോൻ സാദിക്കിന്റെ 40 വർഷത്തെ പുരോഹിത ശുശ്രൂഷയിൽ ഈ 40 വർഷവും ഒരു വർഷം പോലും വിടാതെ ഈ സ്കാർലറ്റ് വെള്ളയായി മാറി. അതൊരു റെക്കോർഡാണ്. കാരണം 40 വർഷവും ഷീമോൻ സാദിക്ക് ബലിയർപ്പിച്ച 40 വർഷവും ഈ റിബൺ വെള്ളയായി. അദ്ദേഹം അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറുമ്പോൾ ഈ റിബൺ വെള്ളയായിക്കൊണ്ടിരുന്നു. അതൊരു പ്രത്യേകം നമ്മൾ യഹൂദന്റെ ചരിത്രം പഠിക്കുമ്പോൾ അതിൽ ഷീമോൻ ഹസാദിക്കിന്റെ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത്, ഇങ്ങനൊരു സംഭവം യോങ്കിപ്പൂരിൽ നടക്കും. എന്നാൽ AD 30 നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശിക്കപ്പെട്ടതിന് ശേഷം AD 70 യെരുശലേം ദൈവാലയം തകർക്കപ്പെടുന്ന വരെയുള്ള 40 വർഷം, ഈ 40 വർഷം ഒരു സിംഗിൾ ടൈം പോലും ആ റെഡ് സ്ട്രിപ്പ് വൈറ്റായി മാറിയില്ല. യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ട് AD 30 അതിനുശേഷം AD 70 യെരുശലേം ദൈവാലയം തകർക്കപ്പെടുന്നവരെ 40 വർഷം യഹൂദൻ യോങ്കിപ്പൂർ നടത്തി ഈ റിബൺ അവിടെ തൂക്കി. ഒരു സിംഗിൾ ടൈം പോലും ആ റിബൺ വെള്ളയായി മാറിയില്ല. പൗരോഹിത്യം, രാജ്യം, പ്രവചനമെന്നീവയന്യേ യൂദന്മാരെ നിങ്ങളുടെ നിലയം, സർവം ശൂന്യം ദേവാ, ദയയുണ്ടാക്കേണം നാഥ, കൃപ തോന്നേണമൻപാൽ. യെരുശലേം ദൈവാലയം ഓരോ സന്ധ്യയ്ക്കും സന്ധ്യായാഗത്തിന് ശേഷം അടച്ചു ഭദ്രമാക്കും. പ്രാർത്ഥനകളോടെ ദൈവാലയത്തിന്റെ പടിഞ്ഞാറ കവാടവും അടച്ച് താക്കോൽ ഹെഗവറിനെ ഏൽപ്പിച്ച് എല്ലാവരും ഭവനങ്ങളിലേക്ക് മടങ്ങും. ദൈവാലയം അടച്ചു ഭദ്രമാക്കും. നേരം പുലരുമ്പോൾ ദൈവാലയ കവാടം മലർക്കെ തുടർന്ന് കിടക്കുന്ന കാഴ്ചയാണ് എല്ലാവരും കാണുന്നത്. യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടതിന് ശേഷം യെരുശലേം ദൈവാലയത്തിൽ സംഭവിച്ചാണ് ഞാനീ പറയുന്നത്. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിന് ശേഷം യെരുശലേം ദൈവാലയം എങ്ങനെയെല്ലാം അടച്ചു വെച്ചാലും അത് തുറന്നു കിടക്കും. എവരി സിംഗിൾ ഡേ മോർണിംഗിൽ അവർ കാണുന്നത് തുറന്നു കിടക്കും. വൈകുന്നേരം അടയ്ക്കുന്ന കവാടം പാതിര കഴിയുമ്പോൾ മലർക്കെ തുറക്കപ്പെടുക. പുരോഹിതന്മാരും ദൈവാലയ ചുമതലക്കാരും അവരുടെ കഴിവിന്റെ പരമാവധി 40 വർഷം ശ്രമിച്ചു ഈ ദൈവാലയത്തിന്റെ കവാടം അടച്ചു പിടിക്കാൻ. പക്ഷെ അവർക്ക് സാധിച്ചില്ല. എന്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയമാണ്. ത്രോൺ ഓഫ് ഗ്രേസ് ഈസ് ഓപ്പൺ ഫോർ ഓൾ. കൃപാസനം എല്ലാവർക്കുമായി തുറക്കപ്പെട്ടിരിക്കുന്നു. അതിന് ഈ മാനുഷിക നിയമങ്ങൾ കൊണ്ട് അടച്ചു പിടിക്കാൻ കഴിയുകയില്ല. തുറക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇത് സിംഗിൾ ഒക്കറൻസ് അല്ല, തുടർച്ചയായി. ഇപ്പോ
നിങ്ങളോർക്കും ഈ പുള്ളി ചുമ്മാ ഇരുന്ന് അബദ്ധം പറയാ, ഇത് ഞങ്ങളുടെ ഉപദേശിമാരൊന്നും പറഞ്ഞു കേട്ടില്ലല്ലോ. ഈ യെരുശലേം ദൈവാലയം AD 70 തകർക്കപ്പെട്ടതിന് ശേഷം ചിതറിപ്പോയ യഹൂദന്മാർ അവരുടെ ക്യാപിറ്റൽ ജാംനിയ, യെരുശലേമിൽ നിന്ന് 30 മൈൽ മാറിയുള്ള ജാംനിയയിലോട്ട് മാറ്റി. ജാംനിയ ആസ്ഥാനമായിട്ടാണ് പിന്നെ അവര് കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ അവരവിടെ ജാംനിയ കൗൺസിലൊക്കെ AD 90 കൂടുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇവർ ഈ ചിതറിപ്പോയ യഹൂദന്മാർ അവരുടെ അപകടമൊക്കെ മനസ്സിലാക്കി. അപ്പോൾ അവരെന്ത് ചെയ്തു? അവരുടെ ചരിത്രങ്ങളെല്ലാം രേഖപ്പെടുത്താൻ തുടങ്ങി. കാരണം അവരുടെ ഒത്തിരി മൂപ്പന്മാർ കൊല്ലപ്പെട്ടു, ഒരുപാട് പേർ കൊല്ലപ്പെട്ടപ്പോൾ അവരുടെ ചരിത്രങ്ങൾ, വാമൊഴി പാരമ്പര്യത്തിൽ വന്ന ചരിത്രങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോകും എന്ന ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു ഭയം അവരിൽ വന്നപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം തകൃതിയായി എഴുതാൻ തുടങ്ങി. അങ്ങനെ അവർ എഴുതിയതിൻ്റെ പേരാണ് തൽമൂദ് എന്ന് പറയും. തൽമൂദ് പാലസ്തീനിലുണ്ടായിരുന്ന യഹൂദന്മാർ എഴുതിയ തൽമൂദിനെ പാലസ്തീനിയൻ തൽമൂദ് അല്ലെ, യെറുസലേം തൽമൂദ് എന്നാണ് പറയുന്നത്. ജെറുസലേം തൽമൂദ്. ബാബിലോണിലുണ്ടായിരുന്ന യഹൂദന്മാർ എഴുതിയ തൽമൂദിനെ ബാബിലോണിയൻ തൽമൂദ് എന്ന് പറയും. അപ്പൊ നിങ്ങളിങ്ങനെ നിങ്ങൾ സെർച്ച് ചെയ്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ജെറുസലേം തൽമൂദ്, ബാബിലോണിയൻ തൽമൂദ് എന്നൊക്കെ പറയണം. ഇത് എന്തോ സാധനം എന്ന് വെച്ച് ഇതാണ്. അപ്പൊ ജെറുസലേമിലുണ്ടായിരുന്നവർ എഴുതിയതാണ് ജെറുസലേം തൽമൂദ്, മറ്റേ ബാബിലോണിയൻ തൽമൂദ്. ഇപ്പൊ ജെറുസലേം തൽമൂദിലും ബാബിലോണിയൻ തൽമൂദിലും ഈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 40 വർഷം പിന്നെ ഒരിക്കലും ആ സ്കാർലറ്റ് വൈറ്റ് ആയില്ല. യെശയ്യായുടെ പ്രവചന പുസ്തകം 1-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, വരുവീൻ നമുക്ക് അനുരഞ്ജനപ്പെടാം. Let us reconcile. നിങ്ങളുടെ പാപം രക്താംബരം പോലെ കടുച്ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെണ്മയായി തീരും. യെശയ്യാവ് ഇത് എഴുതുന്ന എന്തിനാന്ന് വെച്ചാൽ എല്ലാ വർഷവും ജെറുസലേം ദൈവാലയത്തിൽ സംഭവിക്കുന്ന കാര്യം എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപം എത്ര കടുച്ചുവപ്പായിരുന്നാലും, The Lord Jehovah, I am so gracious, I will turn the scarlets into white like snow. Every year യോം കിപ്പൂറിൽ ആ ചുവന്ന തുണിക്കഷണം പഞ്ഞി പോലെ ആയിത്തീരും. ഇതാണ് യെശയ്യാവ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടതിന് ശേഷം ഒരു പ്രാവശ്യം പോലും അത് സംഭവിച്ചില്ല. പിന്നെ അവിടെ ഒരു ലോട്ട് എടുക്കും. ഈ അസസേലിനുള്ള ആടും ദൈവത്തിനുള്ള ആടും തമ്മിൽ ഒരു വെളുത്ത കല്ലും ഒരു കറുത്ത കല്ലും വെക്കും. എന്നിട്ട് നറുക്കെടുക്കുമ്പോൾ എല്ലാ പ്രാവശ്യവും ഈ വെളുത്ത കല്ലാണ് കിട്ടുന്നത്. ചില സമയത്ത് കറുത്ത കല്ല് കിട്ടും. അത് അശുഭമാണ്. പുരോഹിതനെ കയ്യിൽ തടയുന്നത്. പുരോഹിതന്റെ കയ്യിൽ ചില വർഷങ്ങളിൽ കറുത്ത കല്ല് തടയും, പക്ഷെ മിക്കവാറും വർഷങ്ങളിൽ ആ വെളുത്ത കല്ല്. കാരണം അത്തംപോലെ പ്രാർത്ഥനയോടാണ് ഇത് എടുക്കുന്നത്. യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടതിന് ശേഷം AD 30 തൊട്ട് AD 70 വരെ 40 വർഷം 40 വർഷവും പുരോഹിതന്റെ കയ്യിൽ കറുത്ത കല്ലാണ് തടഞ്ഞത്. ഒരു പ്രാവശ്യം പോലും വെളുത്ത കല്ല് തടഞ്ഞില്ല. ജെറുസലേം തൽമൂദില് എഴുതി വെച്ചിരിക്കുന്ന 40 years before the destruction of the temple, the western light went out, the crimson thread remained crimson, and the Lord for the Lord always came up in the left hand. They would close the gates of the temple by night and get up in the morning and find them wide open. അവരെല്ലാ വൈകുന്നേരങ്ങളിലും ദൈവാലയത്തിന്റെ കവാടങ്ങൾ അടച്ചിരുന്നു. പക്ഷേ നേരമെടുക്കുമ്പോൾ അത് തുറന്നു കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത് ജെറുസലേം തൽമൂദിൽ. ബാബിലോണിയൻ തൽമൂദിൽ എഴുതിയിരിക്കുകയാണ്, our rabbis taught during the last 40 years before the destruction of the temple, the Lord did not come up in the right hand, nor did the crimson colored staff became white, nor did the westernmost light shine, and the doors of the Hekel would open by themselves. അത് തനിയെ തുറന്നുകൊണ്ടിരുന്നു കവാടങ്ങൾ. 40 വർഷം നടന്ന പ്രതിഭാസമാണ്. ഇപ്പൊ പെന്തക്കോസ്തുകാർ ചോദിക്കും ബൈബിളിലുണ്ടോ എന്ന്. ആരെങ്കിലും ചോദിക്കുന്നുണ്ട്, അവന്മാരെ ഓടിച്ചു വിട്ടേര്. ഇതാണ് എക്സാക്ട്ലി കർത്താവ് ക്രൂശിക്കപ്പെട്ടതിന് ശേഷം ജെറുസലേം ദൈവാലയം തകർക്കപ്പെടുന്ന വരെയുള്ള ആ പീരീഡ്, ആ 40 വർഷം ജെറുസലേമിലെ ഓരോ യഹൂദനും ഭയത്തോടെ ഭീതിയോടെ സാക്ഷ്യം വഹിച്ചു. കഴുകന്റെ ചിറകടി കേൾക്കുന്നു എന്ന് കർത്താവ് പ്രവചിച്ചു.
ബുദ്ധിയുള്ള ക്രിസ്ത്യാനികൾ ജെറുസലേം വിട്ട് മാറിപ്പോയി. ശവം വീഴാൻ പോവാണ്. ശവമുള്ളിടത്ത് കഴുക്കൽ കൂടും. കഴുകന്റെ പതാകകളുമായി റോമൻ സൈന്യം ജെറുസലേമിനെ വളയാൻ പോവാണ്. ദൈവസാന്നിധ്യം വിട്ടുപോയ ജെറുസലേം ദൈവാലയം, മതത്തിന്റെ സ്മാരക ചിഹ്നമായി മനുഷ്യനെ നോക്കി പരിഹസിക്കുന്ന പൗരോഹിത്യ ദുഷ്പ്രഭുത്വത്തിന്റെ സ്മാരകം തകർക്കുവാൻ റോമൻ സാമ്രാജ്യത്തിന്റെ പടയാളികൾ അടുത്തു വന്നുകൊണ്ടിരിക്കുക. പൗരോഹിത്യം, രാജ്യം, പ്രവചനമെന്നീവയന്യേ യൂതന്മാരെ നിങ്ങളുടെ നിലയം സർവം ശൂന്യം ദേവ. നിങ്ങൾ ഈ മനസ്സിലാക്കുന്നത് അന്ന് എന്താണ് സംഭവിച്ചത്? ഇത് പാരമ്പര്യമുള്ള സഭയ്ക്ക് അറിയാവുന്ന 906 അസൂസ സ്ട്രീറ്റിൽ ഉണ്ടായത് അറിയത്തില്ല തെരുവിന്റെ സന്തതിക്ക്. ഇത് മാളിക മുറിയിൽ പുറപ്പെട്ട സഭയ്ക്ക് അറിയാം. മാളികയിൽ നിന്ന് തുടങ്ങിയൊരു സഭയുണ്ട്, തെരുവിന്റെ സന്തതികളുമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ 4 അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരുന്നതാണ്. അത് 3 കാര്യങ്ങളാണ്. ഈ ലോട്ട് ഒരിക്കലും 40 വർഷം തുടർച്ചയായിട്ട് ലോട്ട് സ്റ്റാറ്റിസ്റ്റിക്സ്, ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കണം. സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചാൽ പ്രോബബിലിറ്റി തിയറി ഉണ്ട്. ഞാൻ പ്രോബബിലിറ്റി തിയറി ഒന്നും പഠിപ്പിക്കുന്നില്ല. അതായത് ഒരു പൈസ ടോസ് ചെയ്യാണ്, ഹെഡും ടെയിലും അല്ലേ, ഹെഡും ടെയിലും ഉണ്ട് പൈസ. അപ്പൊ ഹെഡ് വീഴാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 1/2. കാരണം 2 ഔട്ട്കം ആണുള്ളത്. അതിൽ ഒരു പർട്ടിക്കുലർ ഔട്ട്കം വരാനുള്ള സാധ്യത 1/2 ആണ്. അപ്പൊ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുമ്പം ആ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് വീഴാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്. നേരെ പകുതി സാധ്യതയാണ്. നമ്മൾ 2 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്യാണ്. 2 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്യുമ്പം 2 പ്രാവശ്യവും ഹെഡ് വീഴാനുള്ള സാധ്യത എത്രയാണെന്ന് അറിയാമോ? 1/2 × 1/2 ആണ്. അപ്പോൾ 1/4 ആണ്. 4/1 സാധ്യതയുള്ളൂ. കാരണം 4 ഒക്കറൻസ് വരും. കാരണം എന്താ? ആദ്യത്തെ ഹെഡും രണ്ടാമത്തെ ടെയിലും, ആദ്യത്തെ ടെയിലും രണ്ടാമത്തെ ഹെഡും, ആദ്യത്തെ ഹെഡും രണ്ടാമത്തെ ഹെഡും, ആദ്യത്തെ ടെയിലും രണ്ടാമത്തെ ടെയിലും, ഇങ്ങനെ 4 സാധ്യതയാണ്. അപ്പൊ ആ 4 സാധ്യതയില് ഒരു സാധ്യത മാത്രമാണ് 2 ഹെഡ് വീഴുന്നത്. അപ്പൊ സാധ്യത എത്രയായി? 1/4 ആയി. ഇനി 3 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്താൽ 3 പ്രാവശ്യവും ഹെഡ് വീഴാനുള്ള സാധ്യത എത്രയാവും? 1/8 ആവും. ഇങ്ങനെയാണ് ഈ പ്രോബബിലിറ്റി തിയറി പോകുന്നത്. അപ്പോ ഈ ഒരു പുരോഹിതൻ 1ാമത്തെ വർഷം ഈ കറുത്ത കല്ലും വെളുത്ത കല്ലും എടുക്കുമ്പോൾ ഈ ലോട്ട് കൃത്യം വൈറ്റ് കിട്ടാനുള്ള സാധ്യത 1/2 ആണ്, പ്രോബബിലിറ്റി ആണ്. ആ പ്രോബബിലിറ്റി തിയറി വെച്ച് നോക്കുമ്പോൾ 40 വർഷം തുടർച്ചയായിട്ട് ബ്ലാക്ക് തന്നെ വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? 40 വർഷം. പണ്ട് അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ കഥ അറിയാമല്ലോ, ഈ ചതുരംഗ കളത്തി വെച്ച് അതുപോലെ ഇരിക്കും. അപ്പം 40 വർഷം തുടർച്ചയായിട്ട് ഈ ബ്ലാക്ക് സ്റ്റോൺ തന്നെ പുരോഹിതന്റെ കയ്യിൽ തടഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോബബിലിറ്റി 5.5 ബില്യണിൽ 1 ആണ്. 5.5 ബില്യണിൽ, അതായത് 550 കോടിയിൽ ഒരു സാധ്യതയുള്ളൂ. 550 കോടിയിൽ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേരള ലോട്ടറി എടുത്താൽ അത് നിങ്ങൾക്ക് അടിക്കാനുള്ള സാധ്യതയേക്കാൾ അടിക്കാൻ ഇതിനേക്കാൾ 500 മടങ്ങ് സാധ്യതയും. അത്ര അപൂർവ കാര്യം അവിടെ സംഭവിച്ചത്. ഈ 40 വർഷവും ഈ കറുത്ത കല്ല് തന്നെ കിട്ടാനുള്ള സാധ്യത, അത് ഒരിക്കലും ഇതിനുത്തരം ഒരിക്കലും ഒരു യുക്തിവാദിക്ക് പറയാൻ കഴിയത്തില്ല. എന്തുകൊണ്ട് സംഭവിച്ചെന്ന് വെച്ചാൽ നോ ആൻസർ. കാരണം എല്ലാ പ്രോബബിലിറ്റി തിയറികളെയും തകിടം മറിച്ച് കളയുകയാണ്. 40 വർഷവും തുടർച്ചയായിട്ട് ആ കറുത്ത കല്ലാണ് വന്നത്. പിന്നെ ഒന്ന് സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റേൺ ലാമ്പ് കെട്ടുപോയി. ഈ യെരുശലേം ദേവാലയത്തിലെ 7 ശാഖകളുള്ള നിലവിളക്കാണ്. അതിൽ പടിഞ്ഞാറ് വശത്തെ 2 ശാഖകൾ ഒരിക്കലും കെടാൻ പാടില്ല. ഇവർ വിളക്ക് എപ്പോഴും കത്തിച്ചു വെക്കും. പക്ഷെ പടിഞ്ഞാറ് വശത്തെ ആ 2 തണ്ടിന് ഇവർ എക്സ്ട്രാ ഒലിവ് ഓയിൽ കൊടുക്കും. എക്സ്ട്രാ ഒലിവ് ഓയിൽ കൊടുത്ത് വളരെ കെയർഫുൾ ആയിട്ടാണ്. കാരണം ബാക്കി ശാഖകൾ കെട്ടാലും നേരം വെളുക്കുമ്പോഴും ഈ പടിഞ്ഞാറ് വശത്തെ 2 എണ്ണം കത്തിക്കൊണ്ടിരിക്കും. അതിൽ നിന്നാണ് രാവിലെ പുരോഹിതൻ ദൈവാലയത്തിൽ വരുമ്പോൾ ബാക്കി ശാഖകളിലേക്ക് തീ പടർത്തും. അപ്പൊ അങ്ങനെ കെടാദീപം എന്ന ഒരു സംവിധാനമാണ്. ഈ കെടാദീപം എന്ന് പറഞ്ഞാൽ ഇത് ശലോമോന്റെ കാലത്ത്
മുകളിൽ നിന്ന് വന്ന തീയാണ്, സ്വർഗത്തിൽ നിന്ന് വന്ന തീയാണ്. അതിൽ നിന്നാണ് ഇത് കത്തിച്ചു വെച്ചിരിക്കുന്നത്. മനുഷ്യൻ തന്നെ കത്തിച്ചാൽ അത് അന്യാഗ്നിയാണ്, സ്ട്രേഞ്ച് ഫയറാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് ഈ സഭയിലെ കൈവപ്പിന്റെ പ്രാധാന്യം. ഈ കൈവപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വർഗത്തിൽ നിന്ന് ശലോമോന്റെ കാലത്ത് പ്രാർത്ഥിച്ചപ്പോൾ തീ വന്ന് യാഗം കത്തിച്ചു. ആ തീ കൊണ്ടായി ഈ വിളക്കെ കൊളുത്തി വെച്ചു. ആ തീ തന്നെ യാഗപീഠത്തിൽ തീ കെടാതെ വെച്ചു. ആ തീ അവർ സൂക്ഷിച്ചു. അപ്പൊ അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞു, നമുക്ക് 3 മീറ്റർ തുണി ഉണ്ടെങ്കിൽ ഒരു കുപ്പായം തയ്പ്പിച്ചിടാവല്ലോ എന്നവർ. അപ്പൊ അത് സ്ട്രേഞ്ചാണ്. അപ്പൊ ഈ തീ ഇങ്ങനെ ഇവർ കത്തിക്കും. പടിഞ്ഞാറ് വശത്തെ ഈ 2 ശാഖയിൽ നിന്നാണ് തീ എടുത്തിട്ട് ബാക്കി എല്ലാ 7 ശാഖയിലും കത്തിക്കും. യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടതിന് ശേഷം ഒറ്റ ദിവസം പോലും ആ പടിഞ്ഞാറ് വശത്തെ ലൈറ്റ്, ആ തിരി കത്തി നിന്നില്ല. എവരി സിംഗിൾ നൈറ്റ് അത് കെട്ടുപോയിക്കൊണ്ടിരുന്നു. പുരോഹിതന്മാർ പഠിച്ച പണി 18 നോക്കി. നേരം വെളുക്കുന്നവരെ ഈ തീ അവിടെ നിർത്താൻ അവർക്കുണ്ടായിരുന്ന എല്ലാ സ്കില്ലുകളും ഉപയോഗിച്ച് 40 വർഷം പെടാപ്പാട് പെട്ടിട്ടും ഒരു രാത്രി പോലും ആ തിരി അവർക്ക് നിർത്താൻ കഴിഞ്ഞില്ല. ക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ ജെറുസലേം ദൈവാലയത്തിന്റെ ദീപം എന്നേക്കുമായി അണഞ്ഞുപോയി. 4 കാര്യങ്ങളാണ് ജെറുസലേമിൽ അടയാളമായി സംഭവിച്ചത്. അതുകൊണ്ടാണ് അത്രയും പുരോഹിതന്മാര് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നത്. കാരണം ഒരു പ്രാവശ്യം പോലും അവർക്ക് വെളുത്ത കല്ല് കിട്ടിയില്ല. ഒരു പ്രാവശ്യം പോലും ആ സ്കാർലറ്റ് വൈറ്റ് ആയില്ല. ഒരു പ്രാവശ്യം പോലും, ഒരു സിംഗിൾ പ്രാവശ്യം പോലും, ഒരു പ്രാവശ്യം പോലും ആ വിളക്ക് കത്തി നിന്നില്ല. ഒരു പ്രാവശ്യം പോലും അവർക്ക് ദൈവാലയത്തിന്റെ കവാടം അടച്ചു വെക്കാൻ കഴിഞ്ഞില്ല. 40 വർഷം തുടർച്ചയായി ആ കവാടം തുറക്കപ്പെട്ടു. 40 വർഷം തുടർച്ചയായി വെസ്റ്റേൺ ലാമ്പ് കെട്ടുപോയി. 40 വർഷം തുടർച്ചയായി അവർക്ക് കറുത്ത കല്ല് കിട്ടി. 40 വർഷം തുടർച്ചയായിട്ട് ആ റെഡ് സ്ട്രിപ്പായിട്ട് തന്നെ നിലനിന്നു. ഇങ്ങനെ 4 കാര്യങ്ങൾ. ചിതറിപ്പോയ യഹൂദന്മാർ യോങ്കിപ്പൂറിൽ ഈ കോഴികളെ കൊന്നു. കപ്പരോട്ട്, ഡയസ്പോര, ജൂയിഷ് ഡയസ്പോര. ജൂയിഷ് ഡയസ്പോര എന്നുള്ള ആ പാരമ്പര്യം പുതുപ്പള്ളിക്കാർക്കുണ്ട്. പുതുപ്പള്ളിക്കാർക്ക് ആ ജൂയിഷ് ഡയസ്പോരയുടെ പാരമ്പര്യം ഉള്ളതുകൊണ്ട് പുതുപ്പള്ളിക്കാർക്ക് ആ ജൂയിഷ് ഡയസ്പോരയുടെ പാരമ്പര്യമുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഈ കോഴിവെട്ട് ഉള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കുക, പുതുപ്പള്ളിക്കാരും മനസ്സിലാക്കുക, ബാക്കിയുള്ളവർ മനസ്സിലാക്കുക. അല്ല ഇത് ജാതി ആചാരവും ഒന്നുമല്ല എന്ന് നിങ്ങൾ പുകൾ പെരിയോർ പുതുപ്പള്ളി തന്നിൽ വാഴും പൊൻഗീവറുഗീസേ. പാൽവർണ്ണ കുതിരയിലേറി നായാടാൻ പോയൊരു നേരം. താനറിയാതുള്ളൊരു സർപ്പം കുതിരയുടെ കാലിൽ ചുറ്റി. കണ്ടുടനെ സകതാ താനും കൊണ്ടാടി പുഞ്ചിരി തൂകി. ഇനിയിപ്പോൾ അടുത്തൊരു ആരോപണമാണ് ഈ സെയിന്റ് ജോർജ് എന്ന് പറഞ്ഞ ആള് ചരിത്ര പുരുഷനല്ല. സെയിന്റ് ജോർജ് എന്ന് പറഞ്ഞ AD 303 ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് രക്തസാക്ഷിയായ ക്രിസ്തീയ വിശ്വാസിയാണ്. അദ്ദേഹം ധാരാളം അത്ഭുത പ്രവൃത്തികൾ നടത്തിയിട്ടുണ്ട്. റോമൻ സർവ്വസൈന്യാധിപനായിരുന്നു. ഗലേറിയൻ എന്ന് പറയുന്ന ഒരു സീസർ ഉണ്ടായിരുന്നു. ഈ ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് റോമ സാമ്രാജ്യം 4 സെക്ഷനായിട്ട് വിഭജിച്ച് സീസർമാരെ നിയമിച്ചു. സീസർമാർ ഭരിച്ചുകൊണ്ടിരുന്നു. അതിലൊരു സീസറായിരുന്നു ഗലേറിയൻ. ഗലേറിനെ ഡയക്ലീഷ്യന്റെ മകളെ കെട്ടിച്ചു കൊടുത്തിരുന്നു. അടുത്ത ചക്രവർത്തിയായിട്ട് പ്രൊപ്പോസ് ചെയ്തു വെച്ചിരുന്നു. എന്നാൽ ഗലേറിയന്റെ ചില നടപടികളിൽ അസംതൃപ്തനായ ചക്രവർത്തി ഗലേറിനെ ഒന്ന് ഭീഷണിപ്പെടുത്തി
ഗലേറിയൻ, നീ ഇങ്ങനെ പോയാൽ നിന്നെ ഞാൻ മാറ്റിയിട്ട് ഞാൻ ജോർജിനെ ചക്രവർത്തിയാക്കും. അന്ന് സെയിന്റ് ജോർജിന്റെ കാര്യമാണ്. ജോർജിനെ ചക്രവർത്തിയാക്കും. ജോർജ് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സർവ്വസൈന്യാധിപനായിരുന്നു. ഇത് ഗലേറിനെ ജോർജിനെ തൻ്റെ കണ്ണിലെ കരടാക്കി മാറ്റി. ജോർജ് ഒരു ഉറച്ച ക്രിസ്തീയ വിശ്വാസിയാണെന്ന് ഗലേറിന് അറിയാമായിരുന്നു. അങ്ങനെ ഗലേറിയൻ ചക്രവർത്തിയെ ചെന്ന് കണ്ട് പ്രസാദിപ്പിച്ചു, പ്രീണിപ്പിച്ചു, അനുനയ വാക്കുകളൊക്കെ പറഞ്ഞിട്ട് ചക്രവർത്തിയോട് പറഞ്ഞു, അങ്ങയുടെ ഭരണത്തിന് കീഴിൽ കഴിഞ്ഞ 2 ദശാബ്ദമായി റോമ സാമ്രാജ്യത്തിൽ എങ്ങും സമാധാനവും സമൃദ്ധിയും കളിയാടുന്നു. അങ്ങല്ലാതെ പിന്നെ ആരാണ് ദൈവം? അങ്ങ് തന്നെയാണ് ദൈവം. അതുകൊണ്ട് അങ്ങേ ആരാധിക്കാൻ ഒരു കൽപ്പന ഉണ്ടാകണം. ഡയോക്ലീഷ്യൻ അങ്ങ് പൊങ്ങിപ്പോയി. അങ്ങനെ ഡയോക്ലീഷ്യനെ ആരാധിക്കണം എന്നുള്ള ഒരു കൽപ്പനയൊക്കെ പുറപ്പെട്ടു. ഇതറിഞ്ഞുകൊണ്ടാണ് ജോർജ് വരുന്നത്. ഇത് അപകടമാണെന്ന് ജോർജിന് മനസ്സിലായി. ജോർജ് ചക്രവർത്തിയെ ചെന്ന് കണ്ട് കാര്യം പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ചക്രവർത്തി ഈ മുഖസ്തുതിയിൽ പൊങ്ങിപ്പോയി. ചക്രവർത്തി ജോർജിനോട് പറഞ്ഞു, അങ്ങനെയൊക്കെ ആട്ടെ, എന്നാലും നീ ഒരു പ്രാവശ്യം എന്നെ അങ്ങ് ആരാധിച്ചേക്ക്. ജോർജ് പറഞ്ഞു, ഒരിക്കലും സാധിക്കുകയില്ല. അപ്പം ഇത് ജോർജിനെ കൊടുക്കാൻ വേണ്ടി തന്നെ ഉണ്ടാക്കിയ പ്ലോട്ട് ഗലേറി ചെയ്തതാണ്. അങ്ങനെ അതേ തുടർന്നാണ് ജോർജിനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. 7 വർഷത്തോളം ജോർജിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. 7 വർഷം നീണ്ട ട്രയലായിരുന്നു. അതിൻ്റെ ഒടുവിൽ ജോർജിനെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. AD 303 സെയിന്റ് ജോർജിന്റെ രക്തം ഭൂമിയിൽ വീണു. കൃത്യം 7 വർഷം കഴിഞ്ഞപ്പോൾ റോമ സാമ്രാജ്യത്തിന്റെ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള പീഡനം അവസാനിച്ചു. സെയിന്റ് ജോർജിന്റെ പ്രാർത്ഥനയാണ് തങ്ങളുടെ പീഡനത്തെ അവസാനിപ്പിച്ചതെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിച്ചു. സെയിന്റ് ജോർജ് അന്നത്തെ ഏറ്റവും പോപ്പുലർ സെയിന്റ് ആയിരുന്നു. റഷ്യയുടെ കാവൽ പിതാവാണ് സെയിന്റ് ജോർജ്. ഇംഗ്ലണ്ടിന്റെ കാവൽ പിതാവാണ് സെയിന്റ് ജോർജ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പള്ളികളുള്ളത് സെയിന്റ് ജോർജിന്റെ പേരിലാണ്. ആ സെയിന്റ് ജോർജിന്റെ പേരിലുള്ള ഒരു പള്ളിയാണ് പുതുപ്പള്ളി. അത് ആ പാരമ്പര്യത്തിന്റെ തെളിവാണ്. ഈ ആഴ്ച പുതുപ്പള്ളി പള്ളിയിലെ പെരുന്നാളാണ്. പുതുപ്പള്ളി പള്ളിയിലെ പെരുന്നാള് ഈ ആഴ്ചയിൽ നടക്കുന്ന. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കുറിച്ച് പറഞ്ഞത്. കാരണം ഇന്നലെ ആക്ഷേപവും കൂടെ വന്നു. സെയിന്റ് ജോർജിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ആ ചരിത്രം നമ്മൾ ഓൾറെഡി ലൈവിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സെയിന്റ് ജോർജിന്റെ ചരിത്രം നമ്മുടെ എക്ലീഷ്യാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് യൂസേബിയോസിന്റെ അകത്തുണ്ട്. യൂസേബിയോസ് എഴുതിയ സഭാചരിത്രത്തിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗീവറീസിന്റെ പേര് പറഞ്ഞിട്ടില്ല. കാരണം അത് റോമൻ സർവ്വസൈന്യാധിപനായതുകൊണ്ട് പേര് പറയുന്നതിൽ റിസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് പേര് പരാമർശിക്കാതെ ആ ഹിസ്റ്ററി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ സെയിന്റ് ജോർജിന്റെ ചരിത്രം വിശദമായി പറയുന്ന 5-ാം നൂറ്റാണ്ടിലെ ഒരു ഗ്രന്ഥം ബ്രിട്ടീഷ് ലൈബ്രറിയിലുണ്ട്. അത് തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സോ ഈസ് ആൻ ഹിസ്റ്റോറിക്കൽ പേഴ്സൺ. പല ആളുകളും ആക്ഷേപം പറയുന്ന പോലെ ഇത് അങ്ങനെ ഒരാളില്ലായിരുന്നു, അത് കെട്ടുകഥയായിരുന്നു, അതായിരുന്നു, ഇതായിരുന്നു, ചരിത്രമില്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. ഈസ് എ ഹിസ്റ്റോറിക്കൽ ഫിഗർ. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാകുന്നത് സെയിന്റ് ജോർജ് രക്തസാക്ഷിയായതിൻ്റെ 7 വർഷം കഴിഞ്ഞപ്പോഴാണ്. സെയിന്റ് ജോർജിനെ കൊല്ലുവാൻ നേതൃത്വം കൊടുത്ത ഭടന്മാർ ഹെലനി രാജ്ഞിയെ പോയി കണ്ട് സെയിന്റ് ജോർജിന്റെ തിരിശേഷിപ്പുകൾ, അദ്ദേഹത്തെ കൊന്ന കത്തിച്ചു കളഞ്ഞ ചാരവും ഒക്കെ കൊണ്ട് ഹെലനി രാജ്ഞിക്ക് കൊടുക്കുകയും ഹെലനി രാജ്ഞി ആ തിരിശേഷിപ്പുകൾ രാജ്യത്ത് വിവിധ സ്ഥലങ്ങളിൽ സെയിന്റ് ജോർജിന്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ട പള്ളികളിലേക്ക് കൊടുത്തയക്കുകയും അങ്ങനെ ക്രിസ്ത്യാനികളുടെ അടുത്ത് മോസ്റ്റ് വെനറേറ്റഡ് സെയിന്റായി, മാർട്ടിയറായി, സഹതയായി, വിശുദ്ധനായി സെയിന്റ് ജോർജ് 4-ാം നൂറ്റാണ്ട് മുതൽ അനുസ്മരിക്കപ്പെടുന്നതാണ്. സോ ഈസ് എ വെരി ഹിസ്റ്റോറിക്കൽ ഫിഗർ. അദ്ദേഹം ഒരു വിശുദ്ധനാണ്, സഹതയാണ്. അല്ലാതെ ഈ യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ പറഞ്ഞു വരുത്തുന്ന ഇത് കെട്ടുകഥയോ ഭൂതമോ പിശാചോ ബാധയോ ഒന്നുമല്ല. അദ്ദേഹം കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധനും സഹതായുമാണ്. അല്ലാതെ ഇവിടെ ഓരോരുത്തരിൽ നിന്ന് പരസ്യവും നടത്തുന്ന പോലെയല്ല. റോമൻ സാമ്രാജ്യത്തിന്റെ അധിപനാകാനുള്ള അവസരമാണ് നിഷേധിച്ചു കളഞ്ഞത്. ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നതിനേക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടം, മിസ്രൈമിലെ സർവ്വ നിക്ഷേപങ്ങളെക്കാളും ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് മോശ എണ്ണിയതുപോലെ തത്തുല്യമായി വലിയ സമ്പത്തും വലിയ പുകഴ്ചകളും വലിയ പ്രതാപങ്ങളും സ്ഥാനമാനങ്ങളും അധികാരങ്ങളും എല്ലാ ഔന്നത്യങ്ങളും നിരസിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായ ഒരു സഹതയെയാണ് ആക്ഷേപിക്കുന്നത്. അതുകൊണ്ട് ഗീവർഗീസ് സഹത നമ്മുടെ സഭയിൽ ഏറ്റവും പ്രധാന വിശുദ്ധനാണ്, സഹതയാണ്. അത് ഒരു കാരണവശാലും വിട്ടുപോകരുത്. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മണറാട് പള്ളിയിൽ നട തുറക്കുന്നത്. അത് ഭയങ്കര പൈശാചികതയാണ്. കാരണം എന്തുകൊണ്ടാണ് ഈ ഓർത്തഡോക്സിയിൽ എപ്പോഴും നമ്മൾ അമ്മയെ കാണുന്നത് യേശു കുഞ്ഞിനോട് കൂടിയാണ്.
ഒരൊറ്റയ്ക്ക് അല്ല അമ്മ നിൽക്കുന്നത്, എപ്പോഴും യേശു കർത്താവിനോട് ചേർന്നാണ്. അത് ആ ഇൻകാർണേഷനെയാണ് കാണിക്കുന്നത്. കാരണം ദൈവം മനുഷ്യനെ ചുംബിക്കുകയാണ്. ദൈവവും മനുഷ്യനായിട്ടുള്ള ബന്ധത്തിൽ ഗോഡ് ബിക്കെയിം മാൻ. അതാണ് നമ്മളെ അനുസ്മരിപ്പിക്കുന്നത്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ ആകുലതകൾക്കും ഉള്ള പരിഹാരം എന്താണ്? ദൈവത്തിന് ഇൻകാർണേഷൻ എന്നുള്ളതാണ്. നമ്മുടെ ഒറിജിനൽ ഇമേജിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്, റിഡംഷൻ. ഇപ്പം മണറാട് പള്ളിയിലെ മദ്ബഹായിലെ പരിശുദ്ധ മാതാവിൻ്റെ ചിത്രം കാണുമ്പോൾ ഇറ്റ് സ്പീക്സ് ടു അസ് അബൌട്ട് ദ റിഡംഷൻ. യു ആർ റിഡീംഡ്, നീ വീണ്ടെടുക്കപ്പെട്ടവനാണ്. ആ അമ്മയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ പോലെ നാം ദൈവത്തിൻ്റെ കൈകളിൽ ഇരിക്കുക. റിഡംഷനാണ്. കാരണം ഈ ചിത്രം അമ്മയും കുഞ്ഞുമായിട്ടുള്ള ചിത്രം വരിക എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനായി തീർന്നു. ആ ഇൻകാർണേഷനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും ഓർത്തഡോക്സിൽ നമ്മൾ യേശു കർത്താവിനെ കൂടാതെ അമ്മയെ വരച്ചു വെക്കുന്നില്ല. യേശു കുഞ്ഞിൻ്റെ കൂടെയാണ് അമ്മയെ വരച്ചു വെക്കുന്നത്. ഇൻകാർണേഷൻ നമ്മുടെ കാത്തിരിപ്പ്, യുഗങ്ങളുടെ കാത്തിരിപ്പാണ്. ഡിസയർ ഓഫ് ദ ഏജസ് ആണ്, യുഗങ്ങളുടെ പ്രത്യാശയാണ്, അഭിലാഷമാണ്. അതിന്റെ പൂർത്തീകരണമാണ് ഇൻകാർണേഷൻ. ആദാമിന്റെ വീഴ്ചയ്ക്ക് ശേഷം മനുഷ്യവർഗത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി ഇൻകാർണേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ ഇൻകാർണേഷനെയാണ് ഈ കാണിക്കുന്നത്. ഇപ്പൊ കാത്തിരിപ്പ്, അവിടെ 8 ദിവസത്തെ നോയമ്പെടുക്കുകയാണ്. 7ാമത്തെ ദിവസമാണ് ഈ നട തുറക്കുന്നത് എന്ന് പറഞ്ഞാൽ 7 ദിവസം പൂർത്തീകരണമാണ്. അപ്പോൾ ഒരു കാത്തിരിപ്പിന്റെ പീരീഡിന്റെ പൂർത്തീകരണമാണ്. മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് പൂർത്തിയാകുകയാണ്. പൂർത്തിയാകുമ്പോഴാണ് ഈ ചിത്രം കാണിക്കുന്നത്. 8ാമത്തെ ദിവസമാണ് അവിടെ പെരുന്നാൾ വീഴുന്നത്. 8 എന്ന് പറഞ്ഞാൽ ബിബ്ലിക്കൽ ന്യൂമറോളജിയിൽ ബൈബിൾ സംഖ്യാശാസ്ത്രം പഠിക്കും 8 പുതുമയാണ്. പുതുക്കത്തിന്റെ ദിവസമാണ് 8ാം ദിവസം. 8ാം ദിവസം ന്യൂ ബിഗിനിങ് ആണ്, പുതിയ തുടക്കമാണ്. അപ്പൊ പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ സൃഷ്ടി, ഞാൻ സകലതും പുതുതാക്കുന്നു. അപ്പൊ പുതുമയുടെ പെരുന്നാളാണ് 8 നോയമ്പ് പെരുന്നാൾ. അപ്പൊ അതുകൊണ്ടാണ് ഈ 7th ഡേയിൽ ആ ചിത്രം ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യിക്കുന്നത്. അതൊരു അനാഫോറയാണ്, അതിങ്ങനെ വെളിപ്പെടുത്തി കാണിക്കുക. അതൊരു ജാതീയമായിട്ട്, പൈശാചികമായിട്ട്, അത് ഓരോ ദേശത്തും ഉള്ള. ഇപ്പം നമുക്ക് ഓശാനിക്ക് ഒലിവിന്റെ തലകളാണ് അവിടെയുള്ളവർ ഉപയോഗിച്ചത്, തെങ്ങോലയല്ല. കേരളത്തിൽ നമുക്ക് എന്താ ചെയ്യുന്നത്? കേരളത്തിൽ തെങ്ങിന്റെ കുരുത്തോല വെച്ചാണ് ഓശാനെ ആഘോഷിക്കുന്നത്. ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ഇപ്പൊ ഇവിടെ തെങ്ങിന്റെ കുരുത്തോല വെച്ചാണ് ഓശാനെ ആഘോഷിക്കുന്നത്, ഇവിടെ നമുക്ക് ഒലിവിന്റെ. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടായി തീരും. നമ്മൾ അവിടെയൊക്കെ കൊണ്ട് ഒലിവൊക്കെ വെച്ച് നട്ടുപിടിപ്പിച്ച്. ഇപ്പൊ ഇങ്ങനെയുള്ള ചിലയുണ്ട്, അത് ഈ ബൈബിൾ ഭ്രാന്തന്മാരെന്നാ അവരെ വിളിക്കുന്നത്, ബൈബിൾ മാനിയാക്സ്. അപ്പൊ ഇങ്ങനെ ഈ ബിബ്ലിയോ മാനിയ എന്ന രോഗമാണ്. ബിബ്ലിയോ മാനിയ എന്ന രോഗം ബാധിച്ച ആളുകൾ ബൈബിൾ മാനിയാക്സ് ആണ്. അപ്പൊ കേരളത്തിൽ കുറെ ബൈബിൾ മാനിയാക്സ് ഉണ്ട്. അപ്പൊ പല ആളുകളും സുറിയാനിക്കാരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഈ ബൈബിൾ മാനിയ ബാധിക്കുന്ന അതാണ് സ്പിരിച്വാലിറ്റി എന്നും ബിബ്ലിക്കൽ മാനിയാണ്. ബൈബിൾ മാനിയാക്സിനെ കണ്ടു കഴിയുമ്പം ആത്മീയരാങ്ങ് തെറ്റിദ്ധരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അവർ മനോരോഗികളാണ്. അത് ആ മനോരോഗത്തിന്റെ പേരാണ് ബൈബിൾ മാനിയ. ഈ ബൈബിൾ മാനിയ ബാധിച്ച ആളുകളെല്ലാം അങ്ങനെ. അത് ഈ ഇസ്ലാമിലുണ്ട് അങ്ങനെയുള്ള ആൾ. ഇസ്ലാമിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എത്രയോ നൂറ്റാണ്ടുകൾ സൗഹാർദ്ദപരമായി, സമാധാനപരമായി, സ്നേഹത്തിലും സാഹോദര്യത്തിലും സഹവർത്തിത്വത്തിലും സഹകരണത്തിലും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കൂടെ ജീവിച്ചു. പക്ഷെ മുസ്ലിങ്ങളുടെ തീവ്ര വിഭാഗം കേരളത്തിൽ പിടിമുറുക്കിയിരിക്കുകയാണ്. അവർ കേരളത്തിൽ ആവിർഭവിച്ചതിന് ശേഷമാണ് ഈ ഫ്രിക്ഷൻസ് മുഴുവൻ. അതിനുമുമ്പ് അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഈ പെന്തക്കോസുകാർ വന്നു, അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ മുജാഹിദീനുകൾ വന്നു. അവർ വന്നേ പിന്നെ അവർ മതപ്രചരണം തീവ്രമാക്കി. പിന്നെ തൊടരുത്, പിടിക്കരുത്, നോക്കരുത്. അവരുടെ ചില ആളുകളുടെ പ്രസംഗങ്ങളുണ്ടാവും, ഈ മുസ്ലിം മൗലവിമാരുടെ. അവർ പ്രസംഗിക്കുന്നത് ഓണം എന്ന് പറയരുത്, ഓണത്തിന് പോകരുത്, മറ്റിതര മതസ്ഥരോട് സഹകരിക്കരുത്, സിനിമ കാണരുത്, സിനിമ പാട്ട് കേൾക്കരുത്, സംഗീതം ആസ്വദിക്കരുത്, പ്രിയപ്പെട്ടവരെ അത് പാപമാണ്. ഈ മദനി എന്ന് പറഞ്ഞ ആളുടെ പ്രസംഗമുണ്ട്. പാട്ട് കേൾക്കുന്ന പാപി എന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു കഷ്ടമാണ്. അള്ളാഹുവിനത് ഇഷ്ടമില്ല. നമ്മുടെ നബി, അദ്ദേഹത്തിന്റെ കാലത്ത് ടേപ്പ് റെക്കോർഡർ ഇല്ലായിരുന്നു. അപ്പൊ അതിനെ നബിചര്യ എന്നാ പറയുന്നത്. അതായത് നബി അന്ന് ആടിനെ മേയിച്ച് പാലും കുടിച്ച് ഈത്തപ്പഴം തിന്നു, അതുപോലെ ജീവിക്കണം. അതുകൊണ്ട് ഈ മതഭ്രാന്ത് പറഞ്ഞ് ഇവിടുന്ന് ആളുകളെ ഇവിടെ കൊണ്ടുപോവുക, സിറിയയിലേക്ക് കൊണ്ടുപോകുക. അവിടെ പോയി നമ്മളെ ആടിനെ മേയ്ക്കാം, ഈത്തപ്പഴം തിന്നാം, ആടിനെ മേയ്ക്കാം. കാരണം നമ്മുടെ നബി അതാ തിന്നു. നബി ജീവിച്ച കാലത്ത് നബിയൊക്കെ വളരെ കഴിവും പ്രാപ്തിയുമുള്ള ആളായിരുന്നു. അദ്ദേഹമൊക്കെ ഈ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നെങ്കിൽ
റോൾസ് റോയ്സ് കാറിലൊക്കെ പോകാനില്ല, അത് ഈ ആടിനെ മേയിച്ച് ഈത്തപ്പഴം തിന്നെന്നും അന്ന് അവർക്ക് അവൈലബിൾ ആയിരുന്ന കാര്യം അത് ചെയ്ത്. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ്. ഞാൻ പറഞ്ഞ കേരളത്തിൽ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും ഈ നല്ല വിശാല ചിന്താഗതി ഉള്ളവരും ഇതാണ്. കുറച്ചൊരു ചെറിയ ന്യൂനപക്ഷത്തിനാണ് ഈ പ്രശ്നം. ക്രിസ്ത്യാനികളുടെ ഇടയിൽ പെന്തക്കോസ്തുകാർക്ക് അതേ പ്രശ്നമാണ്. ഇവർ രണ്ടും ഒരേ പ്രശ്നമാണ്. ഇവർ മുഴുവൻ ഈ ബൈബിൾ മാനിയാക്കാണ്. എന്നിട്ട് ബൈബിളിലുള്ള ഇനി ഒരുത്തം മാനസാന്തരപ്പെടണമെങ്കിൽ അവൻ കാട്ടത്തിയെ കയറിയിരിക്കണം. അപ്പം കേരളത്തിൽ പല സ്ഥലത്തായിട്ട് നിങ്ങൾ കുമ്പനാട്ട് എവിടെയെങ്കിലും ഒരു കാട്ടത്തിയൊക്കെ കുഴിപ്പിച്ച് വെക്കണം. മാനസാന്തരപ്പെടാനുള്ളതിനെ കൊണ്ട് ആ കാട്ടത്തിയെ കയറ്റിയിരുത്തണം. എന്നിട്ട് താഴെ നിന്ന് പാസ്റ്റർ വിളിക്കണം, നീ താഴേക്ക് ഇറങ്ങി വാ. ഇത്തരത്തിലുള്ള അബദ്ധ ചിന്തകളാണ്. സ്ട്രിക്ട്ലി അവർ ചിന്തിക്കുന്ന ഇതെല്ലാം അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ സാഹചര്യത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ടീച്ചിങ് എന്ന് പറയുമ്പോൾ അത് ഈ ലിറ്ററലായിട്ട് പുസ്തകങ്ങളിലൂടെ മാത്രമല്ല, നമ്മൾ ചിത്രങ്ങളിലൂടെ, കലാരൂപങ്ങളിലൂടെ, സംഗീതത്തിലൂടെ, മറ്റ് പല കാര്യങ്ങളിലൂടെയാണ് ഒരാളെ ഒരു കാര്യം പഠിപ്പിക്കുന്നത്. ഇമേജറികളിലൂടെ നമ്മൾ ഒരു ചിത്രം വരച്ചൊരു കാര്യം പഠിപ്പിച്ചാൽ, ഇപ്പം തന്നെ നമ്മുടെ സൂമിലെ ക്ലാസ് ഉണ്ട്. സൂമിലെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലോറിയസ് ദർബാറിൽ ക്ലാസ് ഉണ്ട്. ഇപ്പം ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞപ്പം 38 പേരായിരുന്നു. ഇപ്പം രണ്ടാമത്തെ ക്ലാസ്, അതായത് രണ്ടാമത്തെ സെക്ഷൻ തുടങ്ങിയപ്പോൾ അത് 52 വർദ്ധിച്ചു. ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് ആളുകൾ, കാരണം നമ്മുടെ സോജൻ എന്ന് പറഞ്ഞ ബ്രദറാണ് അത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഗ്ലോറിയസ് ഗോസ്പലിൽ പറയുന്ന ആ കാര്യങ്ങൾ ഏറെക്കുറെ ട്രിനിറ്റിയുടെ കാര്യവും ക്രിയേഷന്റെ കാര്യവും ഇൻകാർണേഷന്റെ കാര്യവും ഒക്കെ പഠിപ്പിച്ചു. പക്ഷേ ഈ ഗ്ലോറിയസ് ഗോസ്പൽ ഈ സീരീസ് കണ്ടിന്യൂസ് കേട്ട ആളുകൾ തന്നെയാണ് അവിടെ മുഴുവൻ ക്ലാസ് പോകുന്നത്. പക്ഷെ അവർക്ക് ഇതിനേക്കാൾ അത് പ്രയോജനപ്പെടുന്നു, ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സോജൻ അവിടെ ക്ലാസ് എടുക്കുമ്പോൾ ഈ ഗ്രാഫൊക്കെ വരച്ചും പല പടങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ഞാൻ ഈ ലൈവിലിരുന്ന് പറയുമ്പോൾ വാങ്മയ ചിത്രങ്ങളാണ്, ഞാൻ വാഗൊണ്ട് പറയുന്നതാണ് നിങ്ങൾ കേൾക്കുന്നത്. പക്ഷെ സോജൻ അവിടെ എന്ത് ചെയ്യുന്നു? സോജൻ ഗ്രാഫ് വരയ്ക്കുന്നു, വട്ടം വരയ്ക്കുന്നു, ചതുരം വരയ്ക്കുന്നു. അങ്ങനെ അപ്പം ആളുകൾക്ക് കൂടുതൽ മനസ്സിലാകുകയാണ്. അപ്പം ടീച്ചിങ്ങിൽ നമ്മൾ എപ്പോഴും ഞങ്ങൾ ആദ്യം മുതലുള്ളതും ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ സൂക്ഷിച്ചു വീക്ഷിച്ചതും ഞങ്ങൾ വിരലുകളാൽ സ്പർശിച്ചതും ജീവന്റെ വചനം ഞങ്ങൾ യോഹന്നാൻ സ്ലീഹ പറയുകയാണ്. പേസിക്കസ് അപ്പം എടുത്തു കൊടുത്തിട്ട് പറയാണ്, ഇത് എൻ്റെ ശരീരമാകുന്നു. അപ്പം എന്താ? കാണാനുണ്ട്, കേൾക്കുകയാണ്, ഇതെൻ്റെ ശരീരമാകുന്നു. അതെ, തൊടുകയാണ്, സ്പർശിക്കുകയാണ്, അത് ഭക്ഷിക്കുകയാണ്, എക്സ്പീരിയൻസ് ചെയ്യുകയാണ്, ടേസ്റ്റ് ചെയ്യുകയാണ്. ഒരിക്കലും അത് മാറിപ്പോകുന്നില്ല. അത് അവൻ്റെ ശരീരത്തിൻ്റെ, ജീവന്റെ, മാംസത്തിന്റെ, രക്തത്തിന്റെ അംശമായി അലിഞ്ഞു ചേരുകയാണ്. ദാറ്റ്സ് എ എക്സ്പീരിയൻസ്, യൂക്കറിസ്റ്റിക് എക്സ്പീരിയൻസ് ആണ്. അപ്പം ഇതാണ് ടീച്ചിങ്ങിന്റെ മെത്തേഡ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ചിത്രം വെക്കുന്നതും ആ ചിത്രം മറനീക്കി കാണിക്കുന്നതും. 7 ദിവസത്തെ നോയമ്പാകുമ്പോഴേക്കും ഇത് വരികയാണ്, ഇൻകാർണേഷൻ വരികയാണ്. ഇൻകാർണേഷൻ വരികയാണ്. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അടുത്ത എന്നതാ, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. സോ വാട്ട് എ ബ്യൂട്ടിഫുൾ പ്രോമിസ്. അപ്പം അതുകൊണ്ട് അത് വിഗ്രഹാരാധനയല്ല, അത് ഈ സാമ്യമുണ്ട് അതിനകത്ത്. അവിടെ എവിടെയെങ്കിലും സാമ്യം നടക്കുന്നെങ്കിൽ ആ കാര്യമല്ല ഇത്. ഹിന്ദുക്കൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ വിഗ്രഹത്തെ ദൈവമായിട്ട് കണ്ടിട്ട് ആ വിഗ്രഹത്തിന് പാലഭിഷേകവും നെയ്യഭിഷേകവും ചെയ്ത്, അത് അവരുടെ ദൈവശാസ്ത്രം അനുസരിച്ച് അത് കൃത്യമാണ്. അപ്പൊ അത് മോശമാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? എന്നെ കേൾക്കുന്ന പെന്തക്കോസ്തുകാരുടെ ഇനി ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് ഞാനിത് അവസാനിപ്പിക്കുന്നത്. കാരണം ഇപ്പൊ ഇവര് പറയുന്നത് യഹസ്കേൽ പ്രവചനം അവസാനത്തെ അധ്യായങ്ങൾ വായിക്കുമ്പം 14 പ്രാവശ്യം പറയുന്നുണ്ട് മശിഹ ഇനിയും വന്നിട്ട് മൃഗബലി നടത്തുമെന്ന്. അപ്പൊ നിങ്ങൾ ബൈബിൾ വ്യാഖ്യാനിക്കുന്നതനുസരിച്ച് അങ്ങനെ നടക്കണം. അത് നിങ്ങൾ വിശ്വസിക്കുന്നു? പെന്തക്കോസ്തുകാർ മറുപടിയാണ്. നിങ്ങൾ ഇനി പെന്തക്കോസ്തുകാരെ കണ്ടാൽ ചോദിക്കണം, യഹസ്കേൽ പ്രവചനം എടുത്തിട്ട് അവസാന ഭാഗം വായിക്കണം, എന്നിട്ട് ചോദിക്കണം, നിങ്ങൾ പറ മശിഹ വന്ന് മൃഗബലി നടത്തുമോ ഇല്ലയോ എന്ന് ചോദിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള ബൈബിൾ വ്യാഖ്യാനങ്ങൾ വികലമായ വ്യാഖ്യാനങ്ങളാണ്. അതിൽ നിന്ന് മാറിയിട്ട് സഭാപിതാക്കന്മാരും സഭയും നമ്മെ പഠിപ്പിച്ചനുസരിച്ചും അതിനനുസരിച്ചുള്ള ഒരു വേൾഡ് വ്യൂവോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകണം. അപ്പം അതാണ് സുറിയാനി സഭകൾ കൈക്കൊണ്ടിട്ടുള്ള നിലപാട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആചാരങ്ങൾ ചില പള്ളികളിൽ നിലനിൽക്കുന്നത്. അതൊരിക്കലും സഭയ്ക്കോ സഭയുടെ വിശ്വാസത്തിനോ, പിന്നെ ചുരുക്കമായിട്ടെങ്കിലും സുറിയാനി സഭയിലെ പല ആളുകൾക്കും അതിൽ ചില കിറുകിറുപ്പൊക്കെ ഉണ്ട്. അതെനിക്ക് നാളുകളായിട്ട് അറിയാവുന്നതാണ്. പക്ഷെ അത് നിങ്ങളത് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മനസ്സിൽ ഇടുക്കമുള്ളത് കൊണ്ടാണ് നിങ്ങൾക്കതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ 7 ദിവസത്തെ നോയമ്പ് കഴിയുമ്പം അത് വെളിപ്പെടുത്തുന്നത് ഇൻകാർണേഷനെയാണ്, മനുഷ്യവർഗത്തിന്റെ ഹോപ്പാണ്. ആ ഹോപ്പിനെയാണ് കാണിക്കുന്നത്.
ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. ദൈവം എന്ത് ചെയ്യാണ്? ദൈവം താൻ അവരുടെ ദൈവമായിരിക്കും. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെയും തുടച്ചു കളയും. അതുകൊണ്ട് ഈ ഇമേജറികളുടെ സഹായത്തോടു കൂടിയുള്ള പഠനമാണ് ശരിയായ ക്രിസ്തീയ പ്രബോധനം. അത് ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ സൂക്ഷിച്ചു വീക്ഷിച്ചതും ഞങ്ങൾ സ്പർശിച്ചതും. ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ കേട്ടത്, ഞങ്ങൾ അടുത്ത് ചെന്ന് നോക്കിയത്, ഞങ്ങൾ തൊട്ടത്, ഇതാണ്. അല്ലാതെ കേൾക്കുന്നത് മാത്രമല്ല സുവിശേഷം. സോ ഇതെല്ലാം നമ്മുടെ പാരമ്പര്യവും നമ്മുടെ ആചാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഇത് വിഗ്രഹാരാധനയല്ല. ആ ചോദിച്ച ആളുകൾ മനസ്സിലാക്കുക. ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ റിച്ച് ട്രഡീഷൻ. അതിനകത്ത് ഒട്ടും ദുഃഖിക്കേണ്ട ആവശ്യമോ അല്ല ലജ്ജിക്കേണ്ട ആവശ്യമോ ഇല്ല. സോ എല്ലാവർക്കും ഗീവറി സഹദായുടെ പെരുന്നാൾ ആശംസകൾ, ഗീവറി സഹദായുടെ പ്രാർത്ഥനകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും കോട്ടയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് സഹദാ തന്നോർമ്മ തൻ പ്രാർത്ഥന ഞങ്ങൾക്കെല്ലാം ആശ്രയമേ. നിന്നുടെ മഹിമകളെ പരിചൊടു ചൊല്ലുന്നു. പാപികളാമീ ദാസർ മോദമോടി. പാണികൾ കുരിശിന്മേ തറയ്ക്കപ്പെട്ടവനെ നിനക്കു സമാധാനം. തമസിനെ പാടെ നീക്കുന്ന സത്യപ്രകാശത്തിൻ കിരണം നീ തന്നെ. ഉണക്കമരത്തിന്മേൽ ശാഖകളുളവാക്കി ചുട്ടുപഴുത്ത ഇരുമ്പിന്മേൽ നീ നടന്നു. സർപ്പത്തെ കൊന്നു രാജാവിൻ സുതയെ രക്ഷിച്ചവനെ പ്രാർത്ഥിച്ചിടണമേ. വാഴ്വിൻ നാഗണമേ സഹദാ